ഹജ്ജിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് വ അരിന മനാസിക്കന, ഞങ്ങൾ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. നബി തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ ഈ ചെയ്ത പോലെ ചെയ്യാം. നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ഹജ്ജ് കാണിച്ചു കൊടുത്തു. കാരണം നിസ്കാരം നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നതാണ്, നോമ്പ് നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നതാണ്. ഹജ്ജ് അങ്ങനെയല്ല. അതുകൊണ്ട് ഹജ്ജ് നബി തങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഖുർആൻ പറഞ്ഞു അത് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ അതിനെ കൂടെ നിന്നുകൊണ്ട് അത് പഠിക്കണം. കാലിന്റെ വിരലിൽക്കിടയിൽ നമ്മുടെ നഖത്തിന്റെ ഇതൊക്കെ എന്താക്കണം, നമ്മൾ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആദ്യം കഴുകുക. നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കഴുകുക. വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇഹ്റാമിന് മുമ്പ് കുളിക്കണം. ഇഹ്റാമിന് മുമ്പ് കുളിക്കണം. അത് കുളിക്കുന്നത് അശുദ്ധിയുള്ള സഹോദരിയാണെങ്കിൽ അവളും കുളിക്കണം. ഹജ്ജിന്റെ സമയത്ത് ഒരു പെണ്ണിന് പിരീഡിന്റെ സമയമായാൽ ഓളൊന്നും വിഷമിക്കേണ്ടതില്ല. കഅബത്തിൽ തവാഫ് ചെയ്യാൻ പോണ്ട, നിസ്കരിക്കേണ്ടെന്ന് മാത്രം. ബാക്കി എല്ലാ അറഫ, മിന, മുസ്ദലിഫ, കല്ലേർ എല്ലാം ചെയ്യാം. അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒരു പിരീഡിന്റെ അവസരക്കാരുണ്ടെങ്കിൽ ഒരു ബേജാറാകേണ്ടതില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ നമ്മൾ ഒന്നാമത്തെ സംഗതി ഏതാണ്? ഇഹ്റാമാണ്. ഇഹ്റാമിന് മുമ്പ് ശരീരം വൃത്തിയാക്കുക. ഇഹ്റാമിന് മുമ്പ് ശരീരം വൃത്തിയാക്കുക, ഒന്ന്. രണ്ടാമത്തത്, ഇഹ്റാമിൽ പ്രവേശിക്കുന്നവർ പുതിയ വസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രം ധരിക്കുക. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കാൻ. അത് വിയർപ്പുള്ള വസ്ത്രം, കുറെ പഴയ വസ്ത്രം, അങ്ങനെ കുറെ അഴുക്കുള്ളത്, അതല്ല അതിന് നല്ലത്. കിതാബുകളൊക്കെ പറഞ്ഞത് പുരുഷന്മാർ അബിയലൈനി ജദീദൈനി, അബിയലൈനി ജദീദൈനി, വെളുത്തതും പുതിയതും. സ്ത്രീകൾക്ക് പുതിയത്, പക്ഷെ നിറം പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് വെളുത്ത കുപ്പായം തന്നെ ആവാ, കറുത്ത കുപ്പായാകാം. ആ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പൊതുവെ സ്ത്രീകളെ പർദ്ദയൊക്കെ എന്തായിരിക്കും? കറുത്തതായിരിക്കും, അല്ലേ? അപ്പൊ അതും പുതിയതാകും. ആ പുതിയതിൽ പെണ്ണുങ്ങൾ ഏതൊക്കെ പുതിയതാവണം? കാലിലിടുന്ന ഷോക്സും പുതിയതാവണം. എന്തുകൊണ്ട്? നിസ്കാരം നിന്ന നിപ്പിൽ ചെയ്യാനുള്ളതാണ്. നിസ്കാരം ഏതാ? നിന്ന നിപ്പിൽ ചെയ്യാനുള്ളത്. നോമ്പോ? നോമ്പ് കടന്നും ചെയ്യാം. ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജിന് നടക്കണം, ഹജ്ജിന് ഓടണം, ഹജ്ജിന് അധ്വാനിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ഷോക്സ് ഒരു പഴയതായി, അതിന് ദ്വാരം രണ്ട് വിരല് പുറത്തേക്ക് അങ്ങോട്ട് വന്നാൽ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് പണ്ട് ഉമ്മാമ പോയപ്പോ ഇട്ടിരുന്ന ഇതിവിടെ ബാക്കിയുണ്ട് എന്ന് വെച്ചിട്ട് അതെടുക്കണ്ട. നമ്മുടെ ഇബാദത്തിനുള്ള നമ്മൾ പുതിയത് വാങ്ങുക. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ക്ലാസ് എല്ലാം ജോറായിട്ട് പോകുമ്പോൾ ആ കുട്ടി എന്ത് ചോദിച്ചത്, അല്ലോ ഉസ്താദേ അന്ന് ഏതുണ്ടാവുമോ, മദ്രസ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നമ്മൾ കുട്ടി ക്ലാസ് കയറ്റമായിരിക്കാൻ പറ്റും. നമുക്കത് പഠിക്കേണ്ട കാര്യം, അതിന്റെ കൂടെ നിന്ന് പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഹജ്ജാണ്. ഹജ്ജ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ ഫറള് ഇഹ്റാം. ആദ്യത്തെ ഫറള് ഇഹ്റാം. ഇഹ്റാമിന് മുമ്പ് നല്ല പോലെ കുളിക്കുക. കുളിച്ചിട്ട് ഇഹ്റാമിന്റെ സുന്നത്തായ കുളി എന്ന് നിയ്യത്ത് ചെയ്യണം. ഇഹ്റാമിന്റെ സുന്നത്തായ കുളി. അപ്പൊ നമ്മൾ ഒരു പക്ഷേ ആ ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ മക്കത്തായിരിക്കും. ഗവൺമെന്റ് ഹാജിമാരൊക്കെ എവിടെയായിരിക്കും? മക്കയിലായിരിക്കും. അവിടെ നിന്നാണ് കുളിച്ച് ഇഹ്റാം ചെയ്യുക. അതേ സമയത്ത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയ ഹാജിമാരൊക്കെ മദീനത്തായിരിക്കും. അതെന്താ വ്യത്യാസം? സർക്കാർ ഹാജിമാർക്ക് ഹജ്ജിന് മുമ്പ് മദീന സിയാറയില്ല, അവർക്ക് ഹജ്ജിന് ശേഷമാണ് മദീന സിയാറ. സർക്കാർ ഷെഡ്യൂൾ അങ്ങനെ. പ്രൈവറ്റ് ഗ്രൂപ്പുകൾ മുഴുവനും പിന്നെ മദീന സിയാറ എപ്പോഴാണ്? ഹജ്ജിന് മുമ്പാണ്. അപ്പോ പ്രൈവറ്റിൽ പോകുന്നവർ നേരത്തെ ഇവിടുന്ന് പോയി ദുൽഖഅദ മാസം 25-ന് മദീനത്ത് പോകും. എന്നിട്ട് അവിടുന്ന് ദുൽഹജ്ജ് 5-ന് ഇഹ്റാം ചെയ്ത് ഇങ്ങോട്ട് വരും. അതേസമയത്ത് സർക്കാരിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? അവര് മക്കത്ത് തന്നെ താമസിക്കും. അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത്? ഇത് ഹജ്ജിന് പോണോലെന്ന് കൈവന്തിച്ചാണ്. എല്ലാവരും പോണോലെന്നെ മദീനത്തേക്ക് പോയില്ല. അങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അവര് ഹജ്ജിന് ഇഹ്റാം മക്കത്ത് നിന്ന് ഇഹ്റാം ചെയ്യണം. നമ്മൾ ഏത് ബിൽഡിങ്ങിലാ താമസിക്കുന്നത് അവിടുന്ന് കുളിച്ച് അവിടുന്ന് ഇഹ്റാം ചെയ്യാം.
അതേസമയത്ത് മദീനത്ത് പോകുന്ന ആളുകളാണെങ്കിൽ അവിടെ നിന്ന് മദീനത്ത് നിന്ന് വരുമ്പോൾ ഹജ്ജിന് ചെയ്യേണ്ട സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇഹ്റാം ചെയ്യാം. നമ്മളെ കൂട്ടത്തിൽ രണ്ടുണ്ടാകും, മദീനത്ത് നിന്ന് വരുന്നവരും ഉണ്ടാകും, മക്കത്ത് നിൽക്കുന്നവരും ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് ഇഹ്റാം ചെയ്യല്ലേ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഇഹ്റാമിന് മുമ്പ് ഏറ്റവും പ്രത്യേകം ശരീരം വൃത്തിയാക്കുക, വസ്ത്രം വൃത്തിയാക്കുക. അപ്പൊ പുതിയ വസ്ത്രം കഴുകണ്ട. നിങ്ങളെ മനസ്സിൽ എന്താ തോന്നണേ? എന്നാ കഴുകിക്കോളി, നിങ്ങൾ കഴുകിക്കോളി. ഞാൻ ചോദിക്കണം, നിങ്ങളെ മനസ്സിൽ എന്താ തോന്നുന്നത്? കഴുകണം എന്നാ? അതായത് നമുക്ക് പുതിയത് വാങ്ങിയതാണെങ്കിലും നമ്മളെ മനസ്സിങ്ങനെ തോന്നും, ഇതെല്ലാം ആരല്ലോ തൊട്ടിട്ടുണ്ടാവും, ഇങ്ങോട്ട് അതിൻ്റെ അതുകൊണ്ട് ഒന്ന് കഴുകട്ടെ, നമ്മൾ കഴുകുക. ഞാൻ പുതിയത് വാങ്ങി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല, ഞാൻ കഴുകണ്ട. പുതിയത് കഴുകൽ നിർബന്ധമാണ് എന്ന് പഠിച്ചു വെക്കട്ടെ. അത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. ഇത് പുതിയതല്ലേ, ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ കഴുകണ്ട. അല്ല, ഇതെല്ലാം ആരല്ലോ തൊട്ട് അങ്ങനെ വരുന്നതാ, കഴുകണ്ടേ? അത്രയാണ് കഴുകലിന്റെ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ കഴുകി ഇസ്തിരിയൊക്കെ വെച്ച് റെഡിയായി, കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഒന്ന് തന്നെ ശ്രദ്ധിക്കണം. ഈ കുളിയിൽ നമ്മൾ സോപ്പും എണ്ണയും ഒക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിക്കാൻ. കുളി കഴിഞ്ഞിട്ട് നല്ലപോലെ മുടി ഒന്ന് ചീകി വെക്കാം. എന്നിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയുണ്ട്, ഈ ഭാഗത്തുണ്ടോ? അത് ഉണ്ട്. ആ തൊപ്പി പെണ്ണുങ്ങൾ മുടി ചീകി വെച്ചിട്ട് ആ തൊപ്പി കുറച്ച് നെറ്റിമെന്ന് ഒരു ലേശം ഇറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് മുടി മുഴുവനും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി അവിടെ നിൽക്കും. ഒറ്റ മുടിയും പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ഒരു കാര്യം. രണ്ട്, സ്ത്രീകൾ ഷോക്സ് പുതിയതായിട്ട് ധരിക്കാം. മൂന്ന്, പർദ്ദക്കടിയിൽ ഉടുക്കുന്ന പെണ്ണുങ്ങളുടെ പാൻറ് ഏതാവുക? ആ പാൻറ് ഏതാവുക? അത് കാലിലെ ഞെരിയാണിന്റെ അവിടെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്നതാകാൻ നല്ലത്, പാവാട അല്ല നല്ലത്. എന്തിന്? നമ്മളെ കാലൊക്കെ ഇങ്ങനെ വിമാനത്തിൽ കയറാനോ മറ്റൊക്കെ ആവശ്യത്തിന് കാലിങ്ങനെ പൊക്കോലോ. ഇങ്ങനെ കാലൊക്കെ പൊക്കുമ്പോൾ മറ്റേ കാലിന്റെ നിറം ആരും കാണാതിരിക്കാൻ നല്ലതെന്താണ്? ടൈറ്റായിട്ട് നിൽക്കണം. മനസ്സിലായില്ലെങ്കിൽ? ഇനി പെണ്ണുങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മുഖമക്കൻ ഇങ്ങനെ ധരിക്കുമ്പോൾ ഇങ്ങനെ ആ സുജൂദിന്റെ സ്ഥലം ഒഴിവാക്കി കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇങ്ങനെ വരിക. ഈ കണ്ണിന്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് പിന്നെ കൊടുക്കേണ്ടത്. എവിടെയാണ്? താടി എല്ല് അവസാനിക്കുന്നിടത്ത്. ഇവിടെ അല്ല. പിന്നെ എവിടെ? ഇവിടെ. മനസ്സിലായി? അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ എത്ര മാത്രം ഉണ്ടാവും? മുഖത്തിന്റെ ഇത്ര സ്ഥലം മാത്രം ഒഴിവ്. ഈ രണ്ട് മുൻകൈ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ. അപ്പൊ ഇവിടെയും എന്താക്കണം? കുറച്ചിങ്ങോട്ട് കയറി നിൽക്കണം, ഒരു ലേശം. മാലായത്തുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഇത്രയും ഒന്നിങ്ങോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ കുപ്പായത്തിന്റെ പൂർത്തിയായില്ലേ? സ്ത്രീകളെ വസ്ത്രധാരണ കഴിഞ്ഞു. അപ്പൊ ഓൽക്ക് സാധാരണ ധരിക്കണ വസ്ത്രം തന്നെ ഉള്ളൂ, മുഖം മറക്കണ്ട, കയ്യോറ വേണ്ട. പുരുഷന്മാർക്കോ? നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വസ്ത്രം മാത്രം, ഒരു ജോഡി, ഒരു അരയുടുപ്പ്. ഒന്നേതാണ്? ഒരു അരയുടുപ്പ്. നിങ്ങളെന്താ ഇതിന് പറയാ? ഒരു മനസ്സിലാകാത്ത പോലെ. ഒരു അരയുടുപ്പ് അല്ലേ? ഈ അരയുടുപ്പ് പുരുഷന്മാർ ഉടുക്കുമ്പോൾ ചിലക്ക് പള്ള കൂടുതലുണ്ടാവും, ചിലക്ക് തുണി കൊടുത്ത് പരിചയം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മള് ഈ അരയുടുപ്പ് ഇങ്ങനെ ഉടുക്കുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കണം. അതിനൊരു ബെൽറ്റ് കെട്ടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. നൂലിന് കുഴപ്പമുണ്ടോ? ചരടിന് കുഴപ്പമുണ്ടോ? ഒന്നിനും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നല്ല പോലെ ശ്രദ്ധിക്കണം. നമ്മളെ ശരീരത്തിന് രണ്ട് ഭാഗമാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഇല്ലേ അല്ലേ? അതിന് നിങ്ങൾ എന്താ പറയാ? പൂക്കള്. ഈ ചെക്ക് പോസ്റ്റിന് താഴെ തമിഴ്നാട്, മേലെ കേരളം. അപ്പൊ ഒരിക്കലും നമ്മളെ തുണി എവിടേക്ക് താഴാൻ പറ്റൂല? തമിഴ്നാട്ടിൽ കിടക്കാൻ പറ്റൂല. അതിർത്തിന്ന് പോകാൻ പാടില്ല. അപ്പൊ അതിർത്തിയിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബെൽറ്റ് കൊണ്ട് ഉറപ്പിച്ചു കൊടുക്കാം. റെഡിയായില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പുതിയ ഡ്രസ്സ് അരയുടുപ്പ് റെഡിയാക്കി മേൽത്തട്ടം ഒന്നിച്ച് പുതക്കാം. മേൽത്തട്ടം എന്താക്കാം? ഒന്നിച്ച് പുതക്കാം. ഇസ്മായിലില്ല അവിടെ. നീ ഒരു പുതപ്പെടുത്തോണ്ട് ഏതെങ്കിലും ഒരു പുതപ്പ് മതി, പിന്നെ കൊണ്ടുവന്നാലും മതി. അപ്പൊ ഇരിക്കട്ടെ. ഒരു പുതപ്പ് പുതക്കാം. അതായത് നമ്മൾ ഇവിടുന്നേ പോകുമ്പം എന്ത് വേണ്ടതില്ല? ചുമര് ഒഴിവാക്കിയിടേണ്ടതില്ല. എന്ത് മതി? ഒരു മേൽപ്പുതപ്പ്. ഇതെങ്ങനെ പുതക്കണം? ഉടുക്കുമ്പോൾ പെണ്ണ് വസ്ത്രം മാറ്റുമ്പോ, പുരുഷൻ വസ്ത്രം മാറ്റുമ്പോ ഞാൻ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റുന്നു എന്ന നിയ്യത്തിൽ നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതില്ലെങ്കിൽ പിന്നെ ഗാന്ധിജിയൊക്കെ എന്നും ഇഹ്റാമിൽ തന്നെ ആയിരിക്കും.
അല്ല നിയ്യത്തില്ലെങ്കിൽ മൂപ്പരൊന്നും ഇഹ്റാമിൽ തന്നെയല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതാ പറഞ്ഞത്. നമ്മള് ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ നല്ല തന്നെയല്ലേ. ഇവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മതിയോന്ന് വെക്കാൻ നിൽക്കാൻ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ സാമ്പിൾ കാണിക്കാനല്ല, വൈദ്യാർക്ക് നിങ്ങൾ കുറഞ്ഞ ശമ്പളം കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതായത് പഴയ തുണിയായി നല്ല ശമ്പളം കൊടുക്കണോ മൂല്യന്മാർക്ക് ഇല്ലേ? പിന്നെ നമ്മളെല്ലാം നാട്ടിൽ ചെലവ് കഴിച്ചാ ശമ്പളം ഇവിടെയോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ശമ്പളം കുറവാണെങ്കിലും ഭക്ഷണം കഴിച്ച് മുതലാക്കിക്കോന്നു അല്ലാഹു തആല ഖൈർ തരും. അപ്പൊ നമ്മൾ പുരുഷന്മാർ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. ഇനി ഇപ്പൊ തന്നെ ഈ ചുമല് വെളിവാക്കിയിരുന്നോ? വേണ്ട, ഇങ്ങനെ ഫുള്ളായി. അപ്പൊ നമ്മളെന്താണ്, ശരീരം ആരും കാണുന്നില്ലേ, ശരീരം സുഖമായി നല്ല മട്ടത്തിൽ ഒരു തേച്ച് അലക്കി തേച്ചാൽ ഈ തുണി നല്ലോണം ഒതുങ്ങി നിന്നോളും. അതിനൊരു സൗകര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പുരുഷന്മാരൊക്കെ ഒരു അരയുടുപ്പ്, ഒരു മേൽപുതപ്പ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഹ്റാമിന്റെ 2 വസ്ത്രം. നമ്മളിപ്പോ ഏത് കുളിയാ കുളിച്ചത്? ഇഹ്റാമിന്റെ സുന്നത്തായ കുളി ഇല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? സ്ത്രീകൾ ഇപ്പൊ ശരിയായിട്ട് പോലെ വസ്ത്രം ധരിച്ചിട്ടാ അല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇനി മരിക്കാണിച്ചാൽ 2 തുണി, പുരുഷന്മാർക്ക് 1 തുണി, സ്ത്രീകൾക്ക് 2 തുണിയും. അതേ ഇനി ദുനിയാവിൽ നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ? ആ നിയ്യത്തിന് തന്നെയാണ് ഇപ്പൊ ഇതിങ്ങനെ ചെയ്യിപ്പിച്ചത്. നമ്മുടെ മനസ്സ് അല്ലാഹ്, നമ്മുടെ ഹൃദയം അല്ലാഹ്. അപ്പൊ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. റെഡിയായി നിങ്ങൾ? മക്കത്തുള്ളവർ മക്കത്തെ, മദീനത്തുള്ളവർ എവിടെ നിന്നായാലും വേണ്ട, നിങ്ങൾ നാട്ടിൽ നിന്നായാലും വേണ്ട, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണോ ഇഹ്റാം ചെയ്യുന്നത് അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. എത്ര റക്അത്ത്? ഒന്ന്, അതിന്റെ നിയ്യത്ത് എന്താ? ഇഹ്റാമിന്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് തക്ബീർ അടിക്കാൻ. ഇങ്ങക്ക് തക്ബീർ അറിയാത്തത് കൊണ്ടല്ല, ഇപ്പൊ നിങ്ങൾ കുട്ടികളും ഞാൻ ഉസ്താദുമാണ്. അപ്പൊ ഉസ്താദ്മാർ അങ്ങനെ തന്നെ ഉണ്ടാകും. ഞാനിതൊന്നും ചെല്ലണ്ടാന്ന് ഈഗോ ആയിട്ട് നിൽക്കണ്ടായിരുന്നു. ഹജ്ജ് യാത്രയിൽ ഭാര്യ ഭർത്താവ്, നമ്മൾ ഭാര്യയും ഭർത്താവും ചെറുതായിട്ടൊന്ന് പിണങ്ങി, ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? ചെറുതായിട്ടൊന്ന് പിണങ്ങി, രണ്ടാൾക്കും ഒരു ഈഗോ. ആദ്യം മൂപ്പർ പറയട്ടെ എന്ന് എഴുതിയിട്ട് ഓള്, ഞാൻ ആദ്യം ഓള് മുണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓന്. രണ്ടാളും ഒരു ഈഗോയിൽ ഇങ്ങനെ നിൽക്കാണ് വെറുതെ. ഹജ്ജ് നിങ്ങൾ അങ്ങനത്തെ സംഗതിയേ പറ്റൂല. ഹജ്ജിനെല്ലാവരും വളരെ താഴ്മ. അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഡ്രസ്സ് മാറ്റിയില്ലേ? ഇന്ന് അവിടെ നോക്കിക്കോളി. നമ്മളൊരു കാര്യം പഠിച്ചു ചെയ്യണം. പഠിച്ചു ചെയ്യുന്നതും പഠിക്കാതെ ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട് അല്ലേ? അല്ലാഹു അക്ബർ. റെഡിയായോ അല്ലേ? റെഡി. ശരി. പക്ഷെ റെഡി ആകേണ്ടത് അങ്ങനെയല്ല. എന്താ? നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ അതിന്റെ പഠിച്ച ആൾ ചെയ്യുമ്പോൾ എന്ത് വേണം? പഠിച്ച ആൾ ചെയ്യുമ്പോൾ എങ്ങനെ വേണം? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി അവയവങ്ങളെല്ലാം ഒതുക്കി നമ്മുടെ മനസ്സിൽ അല്ലാഹ് എന്ന നിയ്യത്ത് ഉറപ്പിച്ചു. എന്നിട്ട് നമ്മൾ തക്ബീറത്തുൽ ആണായാലും പെണ്ണായാലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ 10 വിരലുകളുടെ പള്ളയും എവിടേക്ക് വേണം? കഅബ ശരീഫിലേക്ക് മുന്നോട്ട് നിൽക്കണം. എല്ലാ നിസ്കാരത്തിലും അങ്ങനെ. എന്നിട്ട് ആ എന്ന് പറയുമ്പോൾ കൈ പൊങ്ങണം, റ് എന്ന് പറയുമ്പോൾ പൊങ്ങി തീരണം. അല്ലാഹു അക്ബർ. എന്നിട്ടാണ് കൈ വെക്കേണ്ടത്. നമ്മൾ പഠിച്ചു ചെയ്യുന്നതും പഠിക്കാതെ ചെയ്യുന്നതും തമ്മിൽ സംഗതി ശരിയാകും, പക്ഷെ പ്രതിഫലം കിട്ടുന്നിടത്ത് വലിയ വ്യത്യാസം ഉണ്ടാവും. അല്ലാഹു ഖൈർ തരട്ടെ. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ നമ്മൾ എല്ലാവരും നിസ്കരിച്ചു. 1ാമത്തേൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2ാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു. നിസ്കാരം കഴിഞ്ഞില്ലേ? നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ നിയ്യത്ത് ചെയ്യാണ്. എന്താ നിയ്യത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹുവേ, നിന്റെ കഅബ ശരീഫിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഷഹാദത്തി കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പിന്നെ നാവുകൊണ്ട് വ്യക്തമാക്കുക. അതാണ് നീ മനസ്സിൽ ഉറപ്പിക്കുക, അർത്ഥം അറിഞ്ഞിട്ട്. എന്നിട്ട് നാവുകൊണ്ട് പറയാം നവൈതുൽ ഹജ്ജ
വഅഹറംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹുവേ, നിന്റെ കഅബ ശരീഫിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക അല്ലാഹുമ്മ ലക ഉഹർരിമു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി ഫഹർരിംഹാ അലന്നാർ. അല്ലാഹുവേ, നിന്റെ കഅബ ശരീഫിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി എൻ്റെ മുടി, എൻ്റെ രോമം, എൻ്റെ തൊലി, എൻ്റെ മാംസം, എൻ്റെ രക്തം, എൻ്റെ മജ്ജ, എൻ്റെ കണ്ണ്, എൻ്റെ കാത് എല്ലാം നരകത്തിൽ നിന്ന് ഹറാമാക്കണേ അല്ലാഹ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അങ്ങനെ 3 പ്രാവശ്യം. എത്ര പ്രാവശ്യം? അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിയ സ്വലാത്ത് 3 ലബ്ബൈക 3 സ്വലാത്ത്, അല്ലെങ്കിൽ 3 ലബ്ബൈക 1 സ്വലാത്തെങ്കിലും. ഇത് കഴിഞ്ഞാൽ 4 കാര്യം അള്ളാഹിനോട് ദായിമായി ചോദിച്ചുകൊണ്ടിരിക്കണം. 4 കാര്യം ഈ ഇഹ്റാമിൽ മുഴുവനും ചോദിച്ചുകൊണ്ടിരിക്കണം. എന്താ 4 കാര്യം? അല്ലാഹുവേ, നിന്റെ പൊരുത്തവും പൊരുത്തപ്പെട്ടവർക്കുള്ള സ്വർഗവും തരണേ. അല്ലാഹുവേ, നിന്റെ ദേശവും ദേശപ്പെട്ടവർക്കുള്ള നരകവും തരല്ലേ. 4 കാര്യമായില്ലേ? അതിന്റെ ദുആ എങ്ങനെയാണ്? ഒക്കെ ദ്വാർന്നോളി. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, നിന്റെ പൊരുത്തവും പൊരുത്തപ്പെട്ടവർക്കുള്ള സ്വർഗവും തരണേ. വനഊദു ബിക മിൻ സുഖതിക വന്നാർ. നിന്റെ ദേശവും ദേശപ്പെട്ടവർക്കുള്ള നരകവും തരല്ലേ. എന്താ സന്തോഷമുള്ള ചോദ്യം. ഇനി ഒന്ന് ദ്വാരം നോക്കാൻ നിങ്ങൾ അർത്ഥം മനസ്സിൽ കരുതിയിട്ട്. അല്ലാഹുമ്മ ഇന്നാ. അത് നമ്മൾ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കായിട്ട് ഇങ്ങനെ വന്നാൽ പോരാ. അതിൻ്റെ ഒരു ആശയം ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് 4 കാര്യം ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ വരിയിൽ 2, രണ്ടാമത്തെ വരിയിൽ 2. ആദ്യത്തെ വരി നമുക്ക് കിട്ടാനുള്ളത്, രണ്ടാമത്തെ വരിയിൽ നമുക്ക് കിട്ടേണ്ടാത്തത്. ഉറപ്പിച്ചില്ലേ? ഇനി ഒന്നുകൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. എല്ലാവർക്കും കഴിഞ്ഞ 25 ലക്ഷം ആളുകൾ ഈ വർഷം ഹജ്ജിനുണ്ടായാൽ അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഭാര്യയും ഭർത്താവും ഒപ്പം, ഉമ്മയും മോനും ഒപ്പം, വാപ്പിയും മോനും ഒപ്പം പോകല്ലേ? ഇപ്പൊ ഞാൻ പോകല്ലേ എന്ന് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അതെന്നെ ഞാൻ പറയാം. പോകല്ലേ എന്ന് ചോദിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങൾ കുപ്പായ എടുക്കാൻ പോയതാണ്. മനസ്സിലായോ? പോകല്ലേ എന്ന് ചോദിച്ചു നോക്കുമ്പോ ഉപ്പാന്റെ ചെരുപ്പ് കാണുന്നില്ല. ഇങ്ങനെല്ലാം കൂടി അവിടെ വെച്ചിട്ട് മനസ്സ് കൽബ് കുൽബാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒരു ഒരുക്കം വേണം. ഞാൻ ഹജ്ജിന് വന്നതാണ്. മോനെ മാത്രം വാപ്പ കണക്കാക്കി നിന്നാ പറ്റൂല. ഭാര്യനെ മാത്രം കണക്കാക്കിയിട്ട് ഭർത്താവ് നിന്നാ പറ്റൂല. ഭർത്താവിനെ മാത്രം കണക്കാക്കിയിട്ട് ഭാര്യ നിന്നാ പറ്റൂല. ഓരോരുത്തർക്കും ശ്രദ്ധ വേണം. എല്ലാവർക്കും ശ്രദ്ധ വേണം. മൂപ്പറുണ്ടല്ലോ എന്ന് മാത്രം വിചാരിച്ചാൽ പറ്റൂല. നമ്മളുണ്ടാവണം. എന്നാ പോവല്ലേ? എല്ലാവരും അസീസിയില്ല. ഞാൻ അത് പറഞ്ഞറിയാം. നമ്മള് അസീസിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ സ്ഥലമായിട്ട്, താന്ന സ്ഥലമായിട്ട് കാണാം. അങ്ങനെയല്ല. ഹറമിൽപ്പെട്ട സ്ഥലമാണ് അസീസിയ. മറ്റൊരു ചുറ്റളവിലുള്ള സ്ഥലമാണ് ഹറം. കഅബ ശരീഫിൽ നിന്ന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ് ഏത്? ഹറം. നിങ്ങൾ ആ കൊടുക്കുന്ന ആൾക്കാർ 2 സൈഡിൽ കൊടുക്കും. ഒരാൾ ഒരു സൈഡിലും ഒരാൾ ഒരു സൈഡിലും. രണ്ടാളത്തുള്ളത് ഒന്ന് തന്നെയല്ലേ അല്ലേ? ആവശ്യമുള്ള ആളുകൾ വേഗം 1ഓ 2ഓ ഏതാന്ന് വെച്ചാൽ വേഗം എടുക്കുക. മനസ്സിലായോ? ബാക്കി വിഷയം ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. നമുക്ക് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ.
ചൂടിന് അധികം ഇരിക്കാൻ വേണ്ടി കഴിയൂല. അപ്പൊ അള്ളാഹു തആല തരട്ടെ. അപ്പോ കഅബ ഷരീഫിന്റെ ചുറ്റളവ് ഒരു 4 കിലോമീറ്റർ ചുറ്റളവാണ് ഹറം. നമ്മൾ ഇവിടെ നിന്നാണ് പോകുമ്പോൾ ജിദ്ദയിൽ നിന്ന് 70 കിലോമീറ്ററാണ് മക്കത്തേക്ക്. അതിൽ 50 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഹറമായി. ഷുമൈസി ചെക്ക് പോസ്റ്റ് ഹറമാണ്. മദീനത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ 12 കിലോമീറ്റർ, മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ 7 കിലോമീറ്റർ. ഈ 4 കിലോമീറ്ററിന് ഉള്ളിൽപ്പെട്ട സ്ഥലം ഹറം. ഹറമിന്റെ ഉള്ളിൽ മക്ക, മക്കയുടെ ഉള്ളിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കഅബ ഷരീഫ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അസീസിയിൽ താമസിക്കുന്ന സ്ഥലമൊക്കെ ഏതാണ്? ഹറം ആണ്. വെറുതെ ആവശ്യമില്ലാത്തത് സംസാരിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമല്ല. സർക്കാർ അസീസിയിലാണ് ഉണ്ടാവുക. അപ്പൊ ബിൽഡിങ്ങിൽ ഉണ്ടാവും. അതിന് കുറച്ച് പൈസയും വ്യത്യാസമുണ്ട്. നിങ്ങൾ എത്ര പൈസ കൊടുക്കണ്ട് ഗവൺമെന്റിൽ? ഗവൺമെന്റിൽ എത്ര അടക്കണം? 340. മറ്റതിന് 740 ആണ്. പ്രൈവറ്റ് പോകുന്നവർക്ക് അപ്പം അതിന് കുറച്ച് സുഖം കൂടും. അതിപ്പോ സ്വാഭാവികം തന്നെയല്ലേ. മെഡിക്കൽ കോളേജും ബേബി ഹോസ്പിറ്റലും ഒരുപോലെ അല്ല. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഹജ്ജിന് വല്ല കുഴപ്പമുണ്ടോ? ഹജ്ജിന് ഒരു പ്രശ്നമല്ല. പിന്നെ പ്രൈവറ്റിൽ അവരുടെ സമയത്ത് കയറി വരും. മറ്റത് നമ്മൾ എന്താക്കേണ്ടി വരും? ലേശം ഒന്ന് ആലോചിച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇതേ പൈന് വ്യത്യാസം. അതൊന്നും നമ്മൾ സംഗതിയായിട്ട് കണക്കാക്കേണ്ടി വരും. അള്ളാഹു ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മൾ ഒരുമിച്ച് ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും ആരാണ്? ഹജ്ജിന് ഇഹ്റാം ചെയ്ത നിയ്യത്ത് ചെയ്തവരാണ്. ഇനി പോകല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ദിൽഹിജ്ജ മാസം 8-ന്റെ അന്ന് രാവിലെ, ഇപ്പോ തലേ ദിവസം രാത്രി തന്നെ പോകും. അത് തിരക്കിനനുസരിച്ച് മുത്തവ്വിഫ്മാര് തീരുമാനിക്കണം. പോകേണ്ട സമയം ഏതാണ്? ദിൽഹിജ്ജ രാവിലെ 8 മണി ആകുമ്പോഴേക്ക് നമ്മൾ മിനയിലെത്തും. സുബൈ നിസ്കരിച്ചപാട് പോകാം. ചുരുക്കത്തിൽ ദിൽഹിജ്ജ 8 ഈ വർഷം ഹജ്ജിന് വന്ന സഹോദരീ സഹോദരങ്ങളിൽ 90% ആളുകളും, അതായത് നടക്കേണ്ടി വന്നാൽ നടക്കാം, ബസ്സിന് കയറേണ്ടി വന്നാൽ കയറാം അല്ലേ? അള്ളാഹു ആഫിയത്ത് തരട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവിടെ എന്താ വേണ്ടതെന്ന് അറിയാം? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയാം? നമ്മൾ നടക്കായാലും ബസ്സിന് പോകായാലും തുടങ്ങിയാൽ എല്ലാ ചേഞ്ചിങ്ങിലും ലബ്ബൈക്ക് എങ്ങനെ വരണം? ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഭക്ഷണം കഴിക്കാനിരിക്കുക, ഒരു ലബ്ബൈക്ക ചൊല്ലിയിട്ട് കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഒരു ലബ്ബൈക്ക ചൊല്ലുക. അറഫയിൽ താമസിക്കാൻ ഈ വിശാലമായ മൈതാനിയിൽ ഈ മലയുടെ പരിസരത്തെങ്ങാണ്ടുമാണ് നമ്മുടെ ടെന്റ് വന്നതെങ്കിൽ, മുത്തവ്വിഫ് നമ്പർ അതിന്റെ പരിസരത്താ വന്നതെങ്കിൽ നമുക്കിതൊക്കെ കാണാം അടുത്ത്. അതിപ്പോ ഒരു നിസ്കരിക്കാൻ കയറിയാൽ അങ്ങനെ തന്നെ അല്ലേ? ചില ആളുകൾക്ക് ഏത് കിട്ടും? 1-ാം സൊപ്പ് കിട്ടും, അവസാനത്തെ സൊപ്പ് കിട്ടും അല്ലേ? എല്ലാവരും സമാധാനിക്കാം. കിട്ടിയ സ്ഥലം ഏതാണ് അല്ലേ? പള്ളിയിൽ നിസ്കരിച്ച പ്രതിഫലമായോ ആയില്ലേ എന്ന പോലെ ആ മൈതാനി മുഴുവനും ഏതാണ്? അറഫയാണ്. അള്ളാഹു അറഫയിൽ നമ്മൾ എത്തിക്കട്ടെ. നമ്മൾ ചിലപ്പോൾ മുത്തവ്വിഫിന്റെ ഒക്കെ തീരുമാനപ്രകാരം രാവിലെ നേരത്തെ പോയാൽ ഒരു 9 ബസ്സിന് എവിടെയും തടസ്സമല്ലാതെ നേരെ പോയാൽ 1 മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലമായത്. ട്രാഫിക്കിലൊന്നും പെട്ടില്ലെങ്കിൽ നേരെ നമ്മളെ ടെന്റിലെത്തി, ബസ് കറങ്ങി വിഷയമൊന്നും ഇല്ലെങ്കിൽ നേരെ 40 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അങ്ങനെ നമ്മൾ നേരത്തെ എത്തി, കുറച്ച് ആൾക്കാർ വൈകി എത്തി. എപ്പോ എത്തിയാലും അറഫയുടെ ഔദ്യോഗിക ടൈം ളുഹുറോട് കൂടെയാണ്. എപ്പോഴാണ്? ഇതൊക്കെ നാളെ മറ്റന്നാൾ നമുക്ക് വരാനിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ 4 ആൾ, നിങ്ങൾ ഒരു കവറിൽ എത്ര ആളാ? ഒരു കവറിൽ 5 ആള് അല്ലേ? ഒരു സമയത്ത് കയറാൻ വേണ്ടി നോക്കുമ്പോൾ 3 ആളും ഒരു ബസ്സിലും 2 ആള് വേറെ ബസ്സിലുമായി. സംഭവിക്കുമല്ലേ? അപ്പൊ നമ്മൾ മറ്റോൻ പഠിച്ചിക്കണെന്ന് വിചാരിച്ച് കാത്തു നിന്നാ പറ്റൂല, നമ്മൾ തന്നെ പഠിക്കണം. നമ്മളെ ബസ് അവിടെ എന്താ? ഈ 2 ആള് പോയ വണ്ടി നേരത്തെ എത്തി, മറ്റേ 3 ആളെ ബസ്സോ പോലെ കാണുന്നില്ല. ഇതൊക്കെ വരും. അതുകൊണ്ട് പോകുന്ന ഓരോരുത്തരും പഠിക്കണം, ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. എന്തേ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യുന്നിടത്ത് ഒരാൾ എത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹജ്ജ് കിട്ടാതിരിക്കാൻ പറ്റും?
ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് രോഗമായി നോക്കുക, അള്ളാഹു കാക്കട്ടെ, ഇല്ലേ? മനുഷ്യൻ അങ്ങനെ സംഭവിക്കൂലേ? നമ്മൾ മറ്റോൻ പഠിച്ചിട്ടുണ്ട്, മോനുണ്ട് എൻ്റെ കൂടെ, ഒക്കെ മോൻ പഠിച്ചിട്ടുണ്ട് വിചാരിച്ച് വാപ്പ കാത്തുന്നാ പറ്റൂല. ആരും പഠിക്കണം. കാരണം ചിലപ്പോൾ എന്താവും, ഒരാൾക്ക് അസുഖമായി അറഫയ്ക്ക് വരാൻ പറ്റിയില്ല, അപ്പൊ എന്ത് ചെയ്യും? മറ്റവർക്ക് ചെയ്യണ്ടേ? അറഫയുടെ അന്ന് ഹജ്ജിന്റെ ഒന്നാമത്തെ ഫറള് ഇഹ്റാം, രണ്ടാമത്തെ ഫറള് അറഫയിൽ നിൽക്കൽ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫറള് നിർവഹിക്കാൻ വേണ്ടി എത്തിയത്. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ളുഹറോട് കൂടെ അറഫയുടെ സമയം ഔദ്യോഗികമായി ആരംഭിച്ചു. ളുഹർ നിസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് ചൊല്ലൽ തുടങ്ങാം. എന്താ ചൊല്ലേണ്ടത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി 100 പ്രാവശ്യം. ആയത്തുൽ കുർസി 100 പ്രാവശ്യം. ചുരുങ്ങിയത് ഉസ്താദന്മാർക്ക് ചെലവ് കഴിച്ചാണ് ഭക്ഷണം. അപ്പൊ അത് സമയത്ത് കിട്ടാഞ്ഞാല് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്താ പറഞ്ഞത് നമ്മള്? ആയത്തുൽ കുർസി എത്ര? 100. അത് 100 എണ്ണം ചെല്ലി 100 തികയണം വിചാരിച്ചിട്ട് സ്പീഡിൽ ചെല്ലണം. ഒരിക്കലും നമ്മൾ ചില ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകൾ സുബാൻ 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 സുബാൻ. ഇപ്പൊ എത്രണ്ണായി? അല്ലെങ്കിൽ എത്രണ്ണായി? സുബാൻ 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 സുബാൻ. ഓരോറ്റ ഒന്നിന് കൂലിട്ടോ. ഒന്നിരിക്കൽ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി, അല്ലെങ്കിലോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇത് വരണ്ടേ? സുബാൻ സുബാൻ സുബാൻ. നമ്മൾ ധൃതി കൂടിയിട്ട് ഒന്നും എണ്ണത്തിൽ കൂട്ടാതാകാൻ പാടില്ല. അതുകൊണ്ട് ആയത്തുൽ കുർസി വളരെ പ്രധാനപ്പെട്ട തുടങ്ങി അൽ അലീം എന്ന പേര് കൊണ്ട് അവസാനിക്കുന്ന ആയത്തുൽ കുർസി 100 പ്രാവശ്യം. അല്ലാഹു എത്തിക്കട്ടെ. ആയത്തുൽ കുർസി 100 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഏത് സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് 100 വട്ടം അല്ലേ? ഇവരിപ്പോ ഇരിക്കുന്നിടത്ത് നല്ല കാറ്റുണ്ടേനു. അപ്പൊ അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല ഖൈർ. ഇതെന്തമാനെ കഴിഞ്ഞില്ലേ കൊടുക്കല്? കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളതിനൊക്കെ ആവശ്യം വരും. ചില സ്ഥലത്ത് കല്യാണത്തിനെല്ലാം പോയാൽ അങ്ങനെ, ചില സൽക്കാരത്തിനെല്ലാം പോയാൽ ചോറ് ബേക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വരും മറ്റോന്. ഇനി വേണോ എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഓനെ കാണുകയില്ല. ആവശ്യമുള്ള സമയത്തേക്ക് പിന്നെ ഓനെ കാണൂല. നമ്മളിപ്പം ബേക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഇനി ഇടണോ ഉസ്താദിന് ഇനി ഇടണോ? നമ്മൾ ആന്നും പറയാൻ പറ്റാ, വേണ്ടാന്നും പറയാൻ പറ്റാ. പിന്നെ ഓനോട്ട് കാണൂല. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഞാനിങ്ങനെ പല സ്ഥലത്ത് നടക്കുന്നതുകൊണ്ട് അനുഭവം കുറേ ഉണ്ടാകുമല്ലോ. അള്ളാഹു ആഫിയത്ത് തരട്ടെ. അപ്പം നമ്മൾ അറഫയിലെത്തി എത്ര ഓതി? ആയത്തുൽ കുർസി എത്ര? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പൂർത്തിയായി ഓതിക്കൊണ്ട് അതും 100. അതെത്ര? 100. സൂറത്തുൽ ഹശ്ർ എന്നൊരു സൂറത്തുണ്ട്. അത് ഖദ്സമി അല്ലാഹുവിനെ തൊട്ട സൂറത്താണ്. ആ സൂറത്ത് 1 പ്രാവശ്യം. അതെത്ര? 1 പ്രാവശ്യം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. എല്ലാവർക്കും അറിയില്ലേ? അത് 1 പ്രാവശ്യം. അത് 1 പ്രാവശ്യം. ഇനി നമുക്ക് കുറച്ച് ദിക്റിയല്ല, നമുക്ക് കുറച്ച് ദിക്ർ ചെല്ലാം. നിങ്ങൾ റെഡിയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അതിന്റെ ഒരു എണ്ണം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ബേജാറാവും. ഇല്ല, 1000. എത്ര? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 അല്ലെങ്കിൽ ഒരു 300. 1000 അല്ലെങ്കിൽ ഒരു 300. ഏറ്റവും ചുരുങ്ങിയത് എത്ര? 100. ഏറ്റവും ചുരുങ്ങിയത് എത്ര? അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതൊക്കെ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹി. അടുത്തത് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതൊരു 100. അതൊരു 100. അങ്ങനെ നല്ല റാഹത്തിൽ ഇങ്ങനെ ചൊല്ലിയിരിക്കുകയാണ് നമ്മൾ. ആണുങ്ങൾ ഇപ്പുറത്തിരിക്കുന്നത്, പെണ്ണുങ്ങൾ അപ്പുറത്തിരിക്കുന്നത്. അറഫയിൽ ഇങ്ങനെ ഇത്രയൊക്കെ ചൊല്ലി തീർന്നപ്പോൾ അൽഹംദുലില്ലാഹ് അസറായി. സമയത്തരായി? അസറായി. അൽഹംദുലില്ലാഹ്. അതിപ്പോ ക്ഷീണിച്ചാക്ക അവിടെ കടന്നല്ല. അറഫയിലെ ഒരു ക്ഷീണം തോന്നിയാൽ അവിടെ കിടന്നിട്ട് ചെല്ലി കൂടെ ചൊല്ല, ഇരുന്ന് ചെല്ല, കടന്ന് ചെല്ല, വിഷയമൊന്നുമില്ല.
അസർ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉണരണം. അസർ കഴിഞ്ഞാണ് അറഫയുടെ ഏറ്റവും പ്രധാനം. ആ അകത്ത് എല്ലാവരും പുറത്തിറങ്ങി. ചെറിയൊരു ചൂടുള്ള വെയിൽ, അവിടെ തണുപ്പിൽ നിൽക്കലല്ല നല്ലത്, സൂര്യവെയിൽ ഏറ്റുകൊണ്ട് നിൽക്കലാണ് നല്ലതെന്ന് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ അസറിന് ശേഷം ആ ജബലുർ റഹ്മന്റെ മുകളിൽ സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സൂര്യപ്രകാശം തട്ടിയിരിക്കണം. ഏതെങ്കിലും തണലിലേക്ക് മെല്ലെ പോയി നിൽക്കലല്ല. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചൊല്ലാം എല്ലാവരും ഒരുമിച്ച് അല്ലാഹു അല്ലാഹു അല്ലാഹ്. 20-25 ലക്ഷം ആളുകൾ അറഫ വിടുകയാണ്. അല്ലാഹു റബ്ബി. അടുത്ത സ്ഥലം മുസ്ദലിഫ. എന്താണത്? അത് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. ഏതിൽപ്പെട്ടതാണ്? അറഫ ഹജ്ജിന്റെ ഫറലാണ്. ഫറലും വാജിബാത്തും ഒരു വ്യത്യാസമുണ്ട്. എന്താ? ഫറല് നഷ്ടപ്പെട്ടാൽ പരിഹരിക്കാൻ വകുപ്പില്ല. വാജിബാത്ത് അഥവാ നഷ്ടപ്പെട്ടു പോയാൽ ആടിനെ അറുത്തു കൊടുത്തുകൊണ്ട് ഫിദിയ കൊടുത്തുകൊണ്ട് പരിഹരിക്കാം. ഏതുപോലെ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നുപോയി, എന്നാ നമുക്ക് ഏതുകൊണ്ട് പരിഹരിക്കാം? സുജൂദ് കൊണ്ട് പരിഹരിക്കാം. ഫാത്തിഹ മറന്നുപോയാലോ അപ്പൊ പരിഹാരമല്ല, ഫാത്തിഹ ഓത് തന്നെ വേണം. ഇതേപോലെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് ആരെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന നോക്കണമെങ്കിൽ ഹെലികോപ്റ്റർ താഴേക്ക് വിവരം കൊടുക്കും. അപ്പൊ അവര് തെരഞ്ഞു വരും. ഞങ്ങളൊരു 3-4 ആള് ആ സമയത്ത് ഞാനൊരു അത്ഭുതം കണ്ടതാക്കുമല്ല. എന്താ? കൊണ്ടുവരും, അറഫയിൽ കൊണ്ടുവരും. പക്ഷേ ഒരു ഓർമ്മ. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ആശുപത്രിയിലായിപ്പോയി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷമായി, 2-3 വർഷമായിട്ട് ഒരാള് ആസ്പത്രിയിലായി. ആര്? ഭർത്താവ് ഹോസ്പിറ്റലിലായി. ഭർത്താവ് ഹോസ്പിറ്റലിലായപ്പോ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ കൂടെ, ഇവരെന്തായാലും അവിടുന്ന് പോരൂല. ഞാൻ പഠിച്ച പണി പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ അറഫീക്ക് വാ. ഇവരെ രോഗിനെ ആര് കൊണ്ടുപോകും? അറഫീക്ക് ആര് കൊണ്ടുപോകും? ആംബുലൻസ് കൊണ്ടുപോകും. ഒപ്പുള്ള ആളെ കൊണ്ടുപോകും. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒപ്പുള്ള ആളെ കൊണ്ടുപോകും. ഞാനയ്യുമ്മാനോട് പഠിച്ച പണി പറഞ്ഞു, നിങ്ങളെ ഭർത്താവിന് അള്ള മരണം കണക്കാക്കിയ മരണം, ഹയാത്ത് കണക്കാക്കിയ ഹയാത്ത്. ഈ അറഫീന്ന് മരിക്കാനാ തീരുമാനിച്ചെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്തായാലും രോഗിന്റെ അടുത്ത് പോരൂല. അവസാനം എന്ത് സംഭവിച്ചു? രോഗിയെ അറഫയിൽ കൊണ്ടുപോയി തിരിച്ച് എവിടെ കൊണ്ടുവന്നാക്കി? ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അയാൾക്ക് ഒപ്പുള്ള ഉമ്മാക്കാ കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു അമിത സ്നേഹം വരലുണ്ട്. ആവശ്യമില്ലാത്ത സ്നേഹം. നമുക്ക് ഭാര്യ ഭർത്താക്കളൊക്കെ സ്നേഹം വേണ്ട തന്നെ, പക്ഷെ ആവശ്യത്തിന് പോരെ. ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാൻ നിലമ്പൂരാണ് എൻ്റെ രാജ്യം. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുട്ടിനെ ചേർക്കാൻ കൊണ്ടുവന്നു. ഉമ്മയും ഉപ്പയും കൂടി. ആൺകുട്ടിയാണ്. +1 ചേർക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോ അവിടെ ചേർക്കുന്ന കടലാസൊക്കെ കരച്ചില്. മോനും കരയാം, ഉപ്പാക്ക് നല്ല ധൈര്യം. ഉപ്പ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മാനോട്, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പ ഉമ്മ പറഞ്ഞു, ഉസ്താദേ എങ്ങനെ അവിടെ നിൽക്കാന്ന്. എന്തേ? ഓനിക്ക് ഇപ്പോഴും ചോറ് ഞാൻ വാരി കൊടുക്കലാണ്. +1 പഠിക്കുന്ന ആൺകുട്ടിക്ക് ഉമ്മ എന്താക്ക? ചോറ്. ഞാനത് വേറെ കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളായിപ്പോയി. എന്റെ പെങ്ങളൊറ്റാണെങ്കിൽ ഒറ്റ അടിയെ കൂടി. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ചോറ് വാരി കൊടുത്തിട്ടാണോ ശീലിപ്പിക്കേണ്ടത്? ഇങ്ങനെ നമ്മൾ സ്നേഹം കാണിക്കേണ്ടതില്ല. അത് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്ത, ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ അടിമപ്പെടാതിരിക്കട്ടെ. അപ്പോ ഒരാൾ ഹോസ്പിറ്റലിലോ മറ്റോ ആയാൽ സർക്കാർ എന്ത് ചെയ്യും? അവരൊക്കെ സൗദി സർക്കാർ എവിടെ കൊണ്ടുവരും? പക്ഷെ എന്ത് വേണം? രോഗിക്ക് ഓർമ്മ വേണം. ഞാനിപ്പോ എവിടെയാ ഉള്ളത്? അറഫീക്ക് പോകാണ്. ഒരു ഹാജിയോട് ഡോക്ടർ വന്നിട്ട് അറഫീ പോകല്ലേ, ഇന്ന് എല്ലാവരും നിങ്ങൾ ഹജ്ജിന് വന്നതല്ലേ, നമുക്ക് അറഫീക്ക് പോണ്ടേ? പോക പോലെ കൊണ്ടുപോകും. ഒരു ഓർമ്മയില്ലാത്ത ആളെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു. ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒന്നായിട്ട്. അപ്പോ അവസാന സമയത്ത് ആര് വരെ അറഫയിലെത്തി? ആ കൊല്ലം ഹജ്ജിന് വന്ന അഡ്മിറ്റിലുള്ള രോഗികൾ അടക്കം. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല കബൂലാക്കട്ടെ.
ഹജ്ജ് കഴിഞ്ഞു. അറഫയുടെ അതിർത്തി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മലായിക്കത്തിന്റെ പ്രഖ്യാപനം വരും, മഗ്ഫൂറൻ ലക്കും. നാടും വീടും കുടുംബവും വിട്ട് അറഫയിലേക്ക് വന്ന മുഅ്മിനുകളെ, ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അല്ലാഹു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം ഇങ്ങനെ കേൾക്കുമ്പോൾ ആര് കേൾക്കും? നമ്മളെ വലഭാഗത്തുള്ള മലക്ക് കേൾക്കും, മലക്ക് കേൾക്കും. അല്ലാഹു നമ്മളെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കട്ടെ. ഇനി നമ്മളെന്തായി നടന്നു, അല്ലെങ്കിൽ ബസ് കയറി. ഇൻഷാ അല്ലാഹ് നേരെ എവിടെ എത്തി? മുസ്ദലിഫയിൽ. ഒരു 8 കിലോ നമ്മളിപ്പോ എന്ത് ചെയ്തു? മുസ്ദലിഫയിൽ രാപ്പാർത്തു. ഇനി മിനയിൽ കല്ലെറിയണം. 1 എന്ത് വേണം? കല്ലെറിയണം. 1. 2 കഅബ ശരീഫിൽ തവാഫ് ചെയ്യണം. 3 തവാഫിന് ശേഷം ശഅയ് ചെയ്യണം. 4 മുടിയെടുക്കണം. എന്ത് വേണം? മുടിയെടുക്കണം. 2 ഫറലേ ചെയ്തിട്ടുള്ളൂ, 6 ഫറലാണ് നമ്മൾ പറഞ്ഞത്. ഇഹ്റാം ചെയ്തു, അറഫയിൽ നിന്നു, അല്ലേ? ഇനി അടുത്തത് മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ നേരെ മിനയിലേക്ക് പോകണം. എവിടെ പോകണം? കല്ല് എല്ലാവരും എടുത്തോ. ആദ്യത്തെ ദിവസം ഒരു സ്ഥലത്താണ് എറിയേണ്ടത്. ആദ്യത്തെ ദിവസം എത്ര സ്ഥലത്ത് എറിയണം? ഒരു സ്ഥലത്ത്. എത്ര എണ്ണം? 7 കല്ല്. ഇന്ന് എടുത്തോളി. 1 ഞാൻ 1 എന്ന് പറഞ്ഞപ്പോ നിങ്ങളാണ് ഞാൻ നിൽക്കുക. ഞാൻ പൊറിക്കാൻ മതി, നിങ്ങൾക്ക് വേണ്ടേ? 2 3 ഞാൻ എന്തിനാ ഇങ്ങനെ എണ്ണി? അങ്ങനെ തന്നെ എടുക്കണം. ഒരു പിടി ഇങ്ങ് വാരിയിട്ട് 6 ഉണ്ടാകും 7 ഉണ്ടാകും എന്ന് കണക്കാക്കിയാൽ പറ്റൂല. ഏതന്നെ വേണം. ഓരോന്ന് എത്ര എടുത്തു? 7. ആദ്യത്തെ ദിവസം എറിയാൻ 7. 2 ഇനി അവിടെ 3 ദിവസം എറിയണം. പിറ്റേ ദിവസങ്ങൾ ദുൽഹജ്ജ് 11 12 13 7 വീതം 3 സ്ഥലത്ത്. എത്ര? 21 അപ്പൊ എത്രയായി? 63 7 70 കല്ലെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിലപ്പോൾ പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ 7 അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി മിനയിൽ നിന്ന് എടുത്താലും മതി എന്ന് പുസ്തകത്തിൽ കാണും. പക്ഷെ ഇപ്പം മിനയിൽ കല്ല് കിട്ടൂല. നമ്മൾ തെരഞ്ഞെടുന്ന് കുഴങ്ങാന്നല്ലാതെ കഴിയും. അപ്പൊ മുഴുവനും എവിടെ നിന്ന് എടുക്കുകയാണ് നല്ലത്? മുസ്ദലിഫയിൽ നിന്ന് എടുക്കുകയാണ് നല്ലത്. ഈ വെള്ളം കുടിക്കുന്ന കുപ്പി ഇതുപോലത്തെ ഒരു കുപ്പി കയ്യിൽ പിടിച്ചാൽ സുഖമായിട്ട് പിന്നെ കല്ലയിൽ ഇടാം. ചിലപ്പോ നമ്മളെ മുത്തയ്യപ്പ് ഒരു കീസ് തരും. ഞാനൊക്കെ പൊറുക്കട. 70 ഒന്നിച്ചെടുക്കാം. എണ്ണം എത്ര ഉണ്ടാകാം? 70. ഒരു 5 എണ്ണം ജാസ്തി എടുക്കാം. ഒരു 5 എണ്ണം ഉണ്ടാക്കാം, ജാസ്തി എടുക്കാം. എന്തിന് കൂടുതൽ എടുക്കുന്നത്? ചിലപ്പോ ഒന്ന് വീണുപോയി, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ഒരാൾക്ക് കല്ല് പെറുക്കൊന്ന് കിട്ടിയില്ല, അയാളത് കുറഞ്ഞുപോയി, അപ്പൊ അവിടെ സഹായിക്കാലോ. പക്ഷെ ഒരു കാര്യം അവിടെ പഠിക്കണം. എന്താണത്? ഏറി കഴിഞ്ഞ് നമ്മുടെ ബാഗിലോ നമ്മുടെ കയ്യിലോ കല്ല് ബാക്കിയുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉപേക്ഷിക്കണം. അവിടെ തന്നെ ഒരു കല്ല് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഹറമിൽ നിന്നുള്ള ഒരു തരി മണ്ണോ ഹറമിൽ നിന്നുള്ള ഒരു കല്ലോ ഹറമിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കഠിനമായ ഹറാമാണ്. ഞാനത്ര ഗൗരവത്തിൽ പറഞ്ഞത്, ഒരു കൊല്ലം ഹജ്ജിന് പോയ കൊടുത്തൊരു ഉമ്മ, അതിൻ്റെ അടുത്ത് കല്ല്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇതേതാ കല്ല്? ഇത് മിനായി നിർത്താണ് മോനെ, ഇതെന്തിനെ നിങ്ങൾ കൊണ്ടുവന്ന്? അത് മോനിക്കും വീടുണ്ടാക്കേണ്ട മോൾക്കും വീടുണ്ടാക്കേണ്ട. അപ്പൊ ആദ്യം തന്നെ ആ കുയ്യില് ഈ കല്ലിടാന്ന് വിചാരിച്ചിട്ടാണ്. അതിനെ കുറ്റം പറയാൻ വയ്യ. അത് നല്ല ബർക്കത്ത് വിചാരിച്ചു കൊണ്ടുവരാൻ പാടുണ്ടോ? ഹറമിൽ നിന്നുള്ള ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ഇരിക്കട്ടെ, കല്ല് പൊറുക്കിയോ? ശരി, ഇനി കിട്ടുന്നിടത്ത് ഒരു ഒതു കൊടുക്കുക. അവിടെ എല്ലാം ഒതുണ്ട്, ഒതുക്കാൻ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇഷ്ടം പോലെ ആളുണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും ഇനി മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് ദ്വാരക്ക, പടച്ചവനെ കഴിഞ്ഞ കാല ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, ചെയ്യാൻ പോകുന്നത് കാത്തു രക്ഷിക്കണേ അല്ലാഹ്, വല്ലതും ചെയ്യുന്നുവെങ്കിൽ പിന്തിരിപ്പിക്കണേ അല്ലാഹ്. ശരി, എല്ലാവരും മിനയിൽ നിന്ന് കല്ല് പെറുക്കി ഇനി നമ്മൾ പോകാണ് നേരെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഇന്നൽ ഹംദ ലക വൽ മുൽക്. ഒരു സംഗതി നിങ്ങൾ അറിയാം, ഈ കൊല്ലത്തെ ഹജ്ജിന്റെ ലബ്ബൈക തീരാൻ പോവുകയാണ്.
നമ്മൾ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് തുടങ്ങിയ ലബ്ബൈക്കാണ്. ഇനി ലബ്ബൈക്ക് അവസാനിക്കാൻ പോവുകയാണ് എന്ന് മിനയിലെ ആദ്യത്തെ കല്ലേറിന് വേണ്ടി നടക്കുകയാണ് നമ്മളെല്ലാവരും. ആ കല്ലേറിന് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നിച്ചത്തെ റോഡിന് ഒരു 3 ലക്ഷം ആൾ, അതിനിപ്പുറത്താക്കി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡുണ്ട്. അല്ലാഹു റബ്ബി, അതിലൊരു 5 ലക്ഷം ആള്. അത്രയാൾ അങ്ങോട്ട്. ഒരു കാര്യത്തിനൊരു സമാധാനം, എന്താ, ആരും ഇങ്ങോട്ടില്ല, എല്ലാവരും എങ്ങോട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ വഴി പയച്ചു പോകുമെന്നുള്ള ബേജാറുണ്ടോ? ഇല്ല. അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, ആ ഒഴുക്കിൽ നമ്മളുമാണ് ഒഴുകുക. ആ പോക്കിങ്ങനെ അങ്ങോട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് നല്ലോണം ചെല്ലണം. ഈ കൊല്ലത്തെ അവസാനത്തെ ലബ്ബൈക്കാണ്. ഈ ഹജ്ജിൽ ലബ്ബൈക്ക് അവസാനിക്കുന്ന സമയം 1ാമത്തെ കല്ലേറിന് പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നു. എന്താ രസം നടക്കാൻ. നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ് റഈസുൽ സുലൈമാ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കണം, നടക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോ മൂപ്പരങ്ങ് ഉഷാറായിപ്പോയി. പഴമക്കാര് മുഴുവനും നടന്നതാണ്. അപ്പോ മുസ്ദലിഫിന്ന് അറഫയ്ക്ക് നടക്കൽ തന്നെ വഴിയുള്ളൂ. മഹാദോഷത്തിന് വണ്ടി കിട്ടിയെങ്കിൽ നന്നായി, മഹാഭാഗ്യത്തിനല്ല. നടന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ, ബസ്സിന് പോയാലോ 3.5 മണിക്കൂർ 4 മണിക്കൂർ. അപ്പൊ നമ്മൾ നടക്കാൻ തന്നെ തയ്യാറാകാം. ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ട് അജിനും ഉമ്മാക്ക് 50 വയസ്സാണ്. നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഉമ്മാക്ക് വയ്യ. അങ്ങനത്തെ ഉമ്മ എന്താ സുഖമായിട്ട് തവാഫ് ചെയ്ത് സുഖമായിട്ട് ഉമ്മ മക്കത്തെത്തിയ ഉടനെ എന്നോട് പറഞ്ഞു, മോനെ ഒരു 2 കീസിന് ഗോതമ്പ് വാങ്ങുന്നു. ഏത് ഗോതമ്പ്? അവിടെ പ്രാവിന് ഭക്ഷണം കൊടുക്കണ ഗോതമ്പ്. ഇല്ലേ, ആ ഗോതമ്പ് ഉമ്മ വാങ്ങിയിട്ട് ഉമ്മ എൻ്റെ കൈ കൊണ്ട് ഗോതമ്പ് ഇങ്ങനെ പിന്നെ പ്രാവിന് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ? അതേ, കൈകാലുകളെ കടച്ചിലൊന്നും ഉണ്ടാവില്ല പ്രാവിന് ഭക്ഷണം കൊടുത്താൽ. ഞാൻ ഇത്ര കിതാബ് ഓതിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉമ്മ ഇടുന്നത് കണ്ടെന്ന് ചോദിച്ചു. അത് പഴയ ഒരു ഉസ്താദ് വയലു പറഞ്ഞതാണ്. അൽഹംദുലില്ലാ, ഞാനത് അനുഭവിച്ചു. ഉമ്മ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തവാഫാണ് തുടങ്ങിയിട്ട് സുഖമായിട്ട് തവാഫ്. അതുകൊണ്ട് ഉമ്മമാരൊക്കെ കാലിന് കടച്ചിൽ ഊരക്കടച്ച് ഒരാളും ബേജാറാകണ്ട. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ. പടച്ചവനെ ഞങ്ങൾക്ക് സ്വന്തം ശരീരം കൊണ്ട് തന്നെ ചെയ്യാൻ ആവതാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഏകദേശം അടുത്തങ്ങോട്ട് എത്തിയപ്പോൾ എറിയുന്ന സ്ഥലത്ത് പഴയ കാലത്ത് വലിയ തിരക്കാ, ഇപ്പൊ വലിയ തിരക്കില്ല. എന്താ സംഗതി? എറിയുന്നത് ഒന്ന് ഗ്രൗണ്ടിൽ, ഫസ്റ്റില്, സെക്കൻഡില്, അവിടെ ഒക്കെ എറിയ. ഓരോ സ്ഥലത്തും ഒറ്റ ട്രിപ്പിൽ ഒരു 25,000 ആളുകൾക്ക് എറിയ. അത്ര വിശാലമായ സൗകര്യമുണ്ട്. പിന്നെ ബേജാറാകേണ്ടതൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ആ റോഡിന് വന്ന ആളുകൾ നേരെ താഴ്ഭാഗത്തേക്ക്, 2ാമത്തെ റോഡിന് വന്ന ആളുകൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, 3ാമത്തെ റോഡിന് വന്ന ആളുകൾ സെക്കൻഡ് ഫ്ലോറിലേക്ക്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാം. അവിടുന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു റോഡിന് അങ്ങനെ, മറ്റേ റോഡിന് അങ്ങനെ, മറ്റേ റോഡിന്. ഒരു അത്ഭുതം കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പോകുന്നവരൊക്കെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ഏറ് കഴിഞ്ഞിട്ട് ഇങ്ങേ ഭാഗത്ത് കൂടെ വരുന്ന ആളുകളുണ്ട്. അവരെല്ലാം അല്ലാഹു അക്ബർ അല്ലാഹു ഏറ് നടക്കുന്നതോടുകൂടെ ഏത് കഴിഞ്ഞ് ലബ്ബൈക്കന്റെ സമയം കഴിഞ്ഞ്. അപ്പൊ അങ്ങോട്ട് പോകുന്നവർ ലബ്ബൈക്ക ചൊല്ലിയിട്ട്, ഇങ്ങോട്ട് വരുന്ന ആളുകളോ, ഇങ്ങോട്ട് വരുന്നവരൊക്കെ തക്ബീർ ചൊല്ലിയിട്ട്. വല്ലാത്തൊരു രംഗാണ് അതൊക്കെ, വല്ലാത്തൊരു രംഗമാണ്. നമ്മളിങ്ങനെ നോക്കണം. ഇപ്പുറത്തെ റോഡിന് ലബ്ബൈക്ക, അപ്പുറത്തെ റോഡിന് അല്ലാഹു അക്ബർ. ഒരു കൊട്ടിക്കലാശം നടക്കുകയാണ്, കലാശക്കൊട്ട് നടക്കുകയാണ്. വല്ലാത്ത രംഗമാണ്. അല്ലാഹുവേ, നീ ഭാഗ്യം നൽകണേ അല്ലാ, ഇനി ഒരു തടസ്സം നൽകല്ലേ അല്ലാ. ഇതൊക്കെ പോയി അനുഭവിക്കണം. നമുക്കിപ്പോ ഇവിടുന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു രുചി? നമുക്ക് ക്ഷീണം അറിയില്ല, ദാഹം അറിയില്ല, വിശപ്പറിയില്ല. അതൊരു വല്ലാത്തൊരു ഹാല. അതൊരു അള്ളാഹുവും നമ്മളും മലക്കുകളും അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഉള്ളത്. അള്ളാഹു എത്തിക്കട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഏറെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരു കാര്യം, ഒന്ന് മുടി കളയണം. എന്താ പ്രധാനം? മുടി കളയണം. ഏറെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മുടി കളയാം. എന്നാ നോക്കല്ലേ? ഇസ്മായിൽ, ആ ബാർബർ ഷാപ്പ് എത്ര? നമ്മൾ നാളെ പോയപ്പോൾ ഒരു 300 ബാർബർ ഷാപ്പ് ഉണ്ട്.
ബേജാറായിട്ടില്ല. ഒരു 300 ബാർബർ ഷോപ്പ്. അവിടെ ആണെങ്കിലോ പടച്ചോനെ, ഇവിടെ ഒരാളെ മുടി എടുക്കുകയാണെങ്കിൽ എത്ര പൈസ വേണം മോനെ? മുടിയൊക്കെ ഇന്റെ മുടിയിലൊന്ന് നന്നാക്കാൻ എത്ര പൈസ വേണം? 80-100 ഒക്കെ വേണ്ടേ? അവിടെ ചീപ്പ് റേറ്റ് 10, അവിടെ 10, ഇവിടെ 100 റുപ്യ, അവിടെ എത്ര റുപ്യ? 10 റുപ്യ. അതല്ലേ? അപ്പൊ അതുകൊണ്ട് പൈസ ആസ്തി ഉണ്ടാവുന്ന ആരും വിചാരിക്കണ്ട. അവിടെ ഒരു കാര്യം ചെയ്യണം. ഈ ഒരു മസലങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാൻ. ഒന്ന്, ഹജ്ജിന് പോകുന്ന ആള് ഓരോ പ്രാവശ്യവും മുടി കളയുന്നുണ്ടോ? ഓരോ പ്രാവശ്യവും മുടി കളയുന്നുണ്ടോ? അത് നല്ലതാണ്. ഓരോ ഉംറക്കും മുടി കളഞ്ഞു. അതേ സമയത്ത് ഒരു പ്രാവശ്യം ഒരു സ്ത്രീകൾ മുടി മുറിക്കുക, പുരുഷന്മാര് മുടി കളയുക. അപ്പൊ നമ്മൾ അറഫയിലെ കഴിഞ്ഞ് മുസ്ദലിഫയിൽ വന്ന് രാപ്പാർത്ത് കല്ല് പെറുക്കി 7 കല്ല് എറിഞ്ഞോ? എന്നാ എറിയുന്നതൊന്ന് കാണിച്ചു തരാം. നമ്മള് ഇപ്പൊ ആളുകള് എറിയുന്നതിന്റെ അവിടെ ചില ആളുകൾ, ഞാൻ ഇന്നാള് ഷാർജയിൽ ഒരു ജുമാക്ക്, ഷാർജയിൽ ഞാൻ ജുമാക്ക് ചെല്ലുമ്പോ 11:30 ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടി വന്നു. ആള് ചെന്ന് നോക്കുമ്പോ പള്ളിന്റെ പുറത്തൊരു തോട്ടുണ്ട്. കുറെ ചാക്കിയ ആൾക്കാർ. പള്ളിയിൽ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷെ ഇരിക്കുന്ന എവിടെ? പുറത്ത്. ഇതേപോലെ ഒരു അവസ്ഥ നമുക്ക് കാണും. എങ്ങനെ? അല്ലാഹു റബ്ബി, നമ്മൾ ഹജ്ജിന്റെ ആളുകള് അവരെന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മൾ ഓർക്കണ്ടേ? നമ്മളവിടെ ഇങ്ങനെ ഓർത്ത് നോക്കിയാൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മൾ ആ തിരക്ക് അനുഭവിച്ചിട്ട് എറിയാൻ വേണ്ടി സ്ഥലത്ത് നോക്കുമ്പോൾ എറിയുന്ന സ്ഥലത്ത് തിരക്കുണ്ടാവൂലേ? നമ്മൾ അങ്ങോട്ടൊന്നും പോയി നോക്കുന്നില്ല. നമ്മൾ പാകിസ്ഥാനികൾ പുറത്ത് യുമാക്കിയിരിക്കുന്ന പോലെ നമ്മൾ ആ ഗേറ്റ് കടന്ന എറിയുന്ന സ്ഥലത്താണ് ചെന്നപാട് തുടങ്ങി ഏറ്. എവിടത്തേക്കാ എറിഞ്ഞത്? ആ ഏറ് കൊണ്ട് യാതൊരു ഫലവും കിട്ടൂല. എന്തു വേണം? ഉള്ളിലേക്ക് പോവുക. ഉമ്മ കൂടെ ഉണ്ടോ? ഇസ്മായിൽ വാ. ഇവനൊരു അനുസരണമുള്ള കുട്ടിയാ, അതുകൊണ്ടാ അവനെ വിളിക്കും. ഇതെന്റെ ഉമ്മയാണ്. എന്നാ ഉമ്മാനെ ഇങ്ങനെ പിടിക്കണം. ഉമ്മാനെ ഇങ്ങനെ പിടിക്കണം. ഉപ്പാനി ഉമ്മാനെ നമ്മളെ പിടിക്കുമ്പോ എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിക്കണം. എന്നാ എന്താ കണ്ടാൽ തന്നെ അറിയാം അയാൾക്കൊരു സുഖമില്ലാത്തതാണ്. കുറച്ച് പ്രായമുണ്ട് അല്ലേ? കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സുഖമില്ലാത്ത ആളെ കൊണ്ടുപോകുന്നതാണ് അല്ലേ? അപ്പൊ പിന്നെ ഈ പിടുത്തം വേർപിരിക്കാൻ ആരെങ്കിലും നിൽക്കൂല. അതേ സമയത്ത് നമ്മളിങ്ങനെ പോകാം സീതാക്ക്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ രണ്ടാളിലങ്ങ് പോയി, ഇയാൾ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ടും പോകും, ആണോ അല്ലേ? അപ്പൊ ഒരു സഹായം കിട്ടേണ്ട ആളെ എപ്പോഴും ഇങ്ങനെ പിടിക്കണം. ഇത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. എന്തുകൊണ്ട്? ഇത് കൈ വിട്ടുപോയാൽ ഇയാൾ അങ്ങോട്ട് പോയി, ഇത്ര വിട്ടേ പോയിട്ടുള്ളൂ. ഇപ്പൊ അയാൾക്ക് എന്നെ കണ്ടാൽ അറിയാം. എന്തുകൊണ്ട്? ഉസ്താദ് ഇത് ചോപ്പാപ്പാനോട് വേം വരാൻ പറ്റുമെങ്കിൽ ഇവനെ കൂട്ടണം. അവിടെ പോയി വേം വരാൻ പറ്റുമെങ്കിൽ ഇന്നൊക്കെ ആവശ്യമുണ്ടോ? മൂപ്പർ എങ്ങനെയോ കഷ്ടപ്പെട്ട് വന്ന് അടുത്തെത്തിയപ്പോഴേക്ക് പിന്നെ നടക്കൽ തുടങ്ങി. കുറെ അങ്ങോട്ട് നടന്നു നോക്കുമ്പോൾ ഉപ്പാപ്പ ഒറ്റ വേക്കല. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അതെല്ലാം ഒന്ന് കുടിച്ച് റാഹത്തായി. അപ്പൊ ആരെത്തി? ഉപ്പാപ്പ എത്തി. ഓൻ പിന്നെ നടക്കൽ തുടങ്ങി. ഇപ്പൊ ക്ഷീണന്മാരൊന്നും വെള്ളം കുടിക്കുന്നവർക്ക് ആരാ? ആര് സഹായിക്കാനാണ് പോയത്? അതാ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും സഹായത്തിന് പോകണ്ട. എപ്പോഴും ഉമ്മയെ വാപ്പയെ സുഖമില്ലാത്ത ആളെ സഹായിക്കാൻ പോകുന്ന ആളുകൾ അവരെ കണക്കാക്കി നിൽക്കണം. പ്രത്യേകിച്ച് ജനലക്ഷങ്ങളുള്ള സ്ഥലത്ത് കൂട്ടം തെറ്റിയാൽ ആകെ ബേജാറായി പോകും. അള്ളാഹു തആല ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മുടി കളഞ്ഞോ എല്ലാവരും? ആ ചുമരിനല്ല എറിയേണ്ടത്. എവിടേക്കാ എറിയേണ്ടത്? കുഴിയിലേക്കാണ് എറിയേണ്ടത്. എന്നാ അടുത്തെത്തിയിട്ട് അവിടെ നിൽക്കാം. ഇടത്തെ കയ്യിൽ കല്ല് പിടിക്കുക. എത്ര ഉണ്ട് കയ്യിൽ? 7 കല്ല്. ഇനി നോക്കിക്കോ, സ്ത്രീകൾ അതിനടുത്തെത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷന്മാരോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എത്രണ്ണം? 7 കല്ല്. ഓരോന്നായി. എന്തേ? നരകത്തിന് 7 വാതിലാണ്. നരകത്തിന് എത്ര വാതിലാണ്? നരകത്തിൽ പ്രവേശിക്കുന്ന വൻ കുറ്റങ്ങൾ എത്രയാണ്? 7ആണ്. ആ 7 വൻ കുറ്റങ്ങൾ മുഖേന ഇനി നരകത്തിലേക്ക് വിടാൻ പടച്ചോനെ ഇബ്ലീസിന്റെ പുരുഷന്മാരും എറിഞ്ഞു, സ്ത്രീകളും എറിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഈ ചെറിയ മോനെ നീ ഒന്ന് എഴുന്നേറ്റ് കൊടുത്താൽ മൂപ്പരോടി. ഇനി നമ്മള് ദുൽഹിജ്ജ 10 പെരുന്നാളിന്റെ അന്ന് ഇപ്പൊ ഏറൊക്കെ കഴിഞ്ഞ് മുടി കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കൊരു ഉച്ചയായി. അൽഹംദുലില്ലാഹ്.
പെരുന്നാളിന്റെ ചോറ് കിട്ടിയാൽ കിട്ടിയെന്ന് വെക്കാം, ഇല്ലെങ്കിലോ ഇല്ല എന്ന് വെക്കാം. എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കൂല. മുത്തവീഫിന്റെ വക ഒരു ഭക്ഷണം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങുക, സുഖമായിട്ട് ഇൻഷാ അല്ലാഹ്. അന്ന് രാത്രി അവിടെ രാപ്പാർക്കൽ ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. അവിടെ രാപ്പാർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ആരോഗ്യക്കുറവുണ്ട്, അന്ന് തന്നെ കൊടുക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറെ കഴിഞ്ഞ് മുടി കളഞ്ഞ് അന്ന് അവിടെ വിശ്രമിച്ച്, ഇനി നിങ്ങളൊരു പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം, അതായത് രണ്ടാം പെരുന്നാൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ, അന്ന് നമ്മൾ മിനയിൽ രാപ്പാർക്കലാണ് നിർബന്ധം. രാപ്പാർക്കൽ നിർബന്ധം. അപ്പൊ നമുക്ക് സുബൈ മുതൽ മഗ്‌രിബ് വരെ നമുക്ക് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിനയിൽ നിന്ന് രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് നടക്കാം. എങ്ങോട്ടേക്ക്? മക്കത്തേക്ക്. അതിന് നടക്കാനായിട്ടുള്ള പന്തലുണ്ട്. ആ പന്തലിൽ കൂടെ നടന്നാൽ സുഖമായിട്ട് മക്കത്തെത്തി ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ ഫറള് 1 ഇഹ്റാം, 2 അറഫ, 3 കഅബ ശരീഫ് തവാഫ്. കഅബ ശരീഫ് തവാഫ്. അപ്പൊ നമ്മൾ തവാഫിന് വേണ്ടി പോവുക. നിങ്ങൾ ഉണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? ഒരു ഷാറിലോട്ട് ബരിയും കൊണ്ട് പോകാൻ കഴിയൂല. റെഡി ഇല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. മക്കത്തെത്തി. അൽഹംദുലില്ലാഹ്. നമ്മൾ നേരത്തെ കഅബ ശരീഫ് കണ്ടതല്ലേ, നമ്മളവിടെ ഉംറ ചെയ്തതല്ലേ, നമ്മൾ ഉംറന്റെ തവാഫ് ചെയ്തില്ലേ, സുന്നത്തായ തവാഫ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ തവാഫ്. നമ്മൾ നേരെ ചെല്ലുക, കഅബ ശരീഫിന്റെ ഉള്ളിലേക്ക് കടക്കാം. കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഓപ്പൺ എയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം മുഴുവനും മതാഫ്, തവാഫ് ചെയ്യേണ്ട സ്ഥലം. അതിന്റെ ചുറ്റുഭാഗത്ത് കാണുന്ന പള്ളി മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കയറി മതാഫിലെത്തി നമ്മൾ ആദ്യം എവിടെത്തണം? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തണം. എവിടെ? ഹജറുൽ അസ്വദിന്റെ അടുത്ത്. ഇവിടെ നോക്കിക്കോളി. ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയിട്ട് ഒരൊറ്റ നിയ്യത്ത്, ഞാൻ ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യുന്നു. ഹജ്ജിന്റെ ഫറളായ തവാഫ് ചെയ്യുന്നു. കഅബ ശരീഫിലേക്ക് നെഞ്ച് നേരെ കഅബത്തിലേക്ക് നിർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കഅബത്തിന്റെ അടുത്തെത്തി. കഅബത്തിന്റെ ഹജറുൽ അസ്വദിന്റെ ഒരു 10 അടി പുറകിൽ നിൽക്കാം. ഹജറുൽ അസ്വദിന്റെ ഒരു 10 അടി പുറകിൽ നിൽക്കാം. എന്നിട്ട് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിയില്ലേ അല്ലേ? തവാഫ് എല്ലാവരും പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ നിൽക്കാം. കഅബം ഏത് ഭാഗത്താകാം? കഅബത്തിന് തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് ഔറത്ത് മറച്ചിരിക്കണം. ഒന്ന് പെണ്ണുങ്ങളെ കാലുമേൽ ഷോക്സ് ഉണ്ടോ ഇല്ലേ? മുടി പുറത്തേക്ക് വരുന്നുണ്ടോ? ഒന്നുമില്ല. റെഡിയല്ലേ? നമ്മൾ ആണുങ്ങളെ തുണിയൊന്നും താഴ്ന്നു പോയിട്ടില്ലല്ലോ. ഔറത്ത് റെഡിയാണ്. ഒളു ഉണ്ടോ ഇല്ലേ? ഒളു എല്ലാവർക്കും റെഡിയാണ്. ഇങ്ങനെ ഔറത്ത് മറക്കുക, ഒളു എടുക്കുക, ഇത് രണ്ടും ഏറ്റവും പ്രധാനം. ഇനി കഅബം ഇടഭാഗത്താകാം. കഅബ ഇടഭാഗത്താകാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നാ കഅബ ഏത് ഭാഗത്താ? ഇടഭാഗത്താ. ഇനി നമ്മൾ പതുക്കെ നടക്കാം. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ. اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك والعبد عبدك وأنا عبدك وابن عبدك وهذا مقام العائد بك من النار فحرم لحومنا وبشرتنا على النار. الله ഹജ്ജിന്റെ ഫറളായ തവാഫ് ഇങ്ങനെ ചെയ്തിട്ട് ദിക്ർ, നമ്മളെ കിതാബിലുള്ള ദിക്റുണ്ടല്ലോ, അത് നബി തങ്ങൾ ചൊല്ലിയ ദിക്റാണ്. അതെന്നെ ചൊല്ലുക. അല്ലാഹു ആവതാക്കട്ടെ. അത് ചൊല്ലാൻ സാധിക്കാത്തവർ ഖുൽ ഹുവല്ലാഹു പോലത്തെ സൂറത്ത് ഓതുക, രണ്ടാമത്തെ സ്ഥാനം. അതൊന്നും അറിയാത്തവർ കിട്ടുന്ന ദിക്റിയല്ല.
കിട്ടുന്ന ദിക്ർ ചൊല്ലും. ഒരാൾക്ക് ഇതൊന്നും ചെല്ലാൻ പറ്റുന്നില്ല, അയാൾ എന്തായി? അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. തവാഫിന് കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ തെർത്തീബ് മനസ്സിലാക്കണം. ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നമ്മളെ ദിക്റിന്റെ കിതാബിൽ പറഞ്ഞത് അതിലുണ്ടാവും. ഒന്നാമത്തേൽ ചൊല്ലേണ്ടത്, രണ്ടാമത്തേൽ ചൊല്ലേണ്ടത്, മൂന്നാമത്തേൽ ചൊല്ലേണ്ടത്, നാലാമത്തേൽ ചൊല്ലേണ്ടത്. അത് മുത്തുനബി ദ്വാരുന്നതാണ്. അതേ ദ്വാർക്ക നമ്മളിപ്പോ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ ബുക്ക് വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ഓതി ഇങ്ങനെ പഠിച്ചു വെക്കാം. എന്തിന്? അവിടെ പോയിട്ട് നമ്മൾ ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോ അല്ലാഹുമ്മ ഈമാനൻ ബിക, അപ്പോഴേക്ക് തവാഫ് കഴിയാനായി. നിങ്ങളിങ്ങനെ ചെല്ലി കാത്തിക്കുന്നതിന് ആളുകൾ കാത്തിക്കോ? ആളുകളെ നമ്മളെ തട്ടിയിട്ട് അങ്ങ് എത്തിച്ചില്ലേ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ബുക്കിൽ ഇങ്ങനെ ഒരു വയന്ന നോട്ടം നോക്കിയാൽ മതി. നിങ്ങൾ ടെലിവിഷൻ വാർത്ത വായിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല. ആ പെണ്ണ് നോക്കിയിട്ടാണ് വായിക്കുന്നത്, കാണാണ്ടാ വായിക്കുന്നത്? നോക്കിയിട്ടാണ് വായിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിയോ? നോക്കിയിട്ടാണ്. അതാ പറഞ്ഞത്. നമ്മളൊരു സംശയം ഇങ്ങനെ തീർക്കാൻ ഒരു നോട്ടങ്ങനെ. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ യാ റബ്ബൽ ബൈത്തിൽ അതി. അങ്ങനെ ചൊല്ലാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ചൊല്ലി പഠിച്ചു വെക്കണം. ഇത് മുത്തുനബി ദ്വാരുന്ന ദുആയാണ്. അതെന്നെ ദ്വാരക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതറിയില്ലെങ്കിൽ ഖുർആൻ ഓതലാണ് നല്ലത്. അതും അറിയില്ലെങ്കിൽ കിട്ടുന്ന ദിക്ർ ചൊല്ലലാണ് വേണ്ടത്. അള്ളാഹു ആവതാക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് വന്നു. രണ്ടാമത് ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോൾ എത്രയായി? 1. വീണ്ടും പോയാൽ 2, വീണ്ടും പോയാൽ 3, പിന്നെ 4, പിന്നെ ഏഴാമത്തത് റുക്കുനുൽ യമാനിയുടെ അവിടെ എത്തി. ഏഴാമത്തെ ചുറ്റി എവിടെ എത്തി? റുക്കുനുൽ യമാനിന്റെ അവിടെ എത്തി. ഹജറുൽ അസ്വദിന് മുമ്പ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. ആ ഏഴാമത്തത് പൂർത്തിയാകുമ്പോൾ ഇവിടെ 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകളൊക്കെ വിളിച്ചു പറയും, മോനെ ഭാഗ്യവാൻ, നിന്റെ പേര് സ്വർഗത്തിലേക്ക് കിട്ടിയിരിക്കുന്നു. മോളെ ഭാഗ്യവതി, നിന്റെ പേര് സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു. അപ്പോ നമ്മളെ വലഭാഗത്തുള്ള മലക്കത് എഴുതി വെക്കും, സ്വർഗാവകാശി. ആ ഭാഗ്യം അള്ളാഹു തരട്ടെ, ആ ഭാഗ്യം അള്ളാഹു തരട്ടെ, ആ ഭാഗ്യം നൽകണേ അല്ലാ. അവിടെ നമ്മളെ ഇടഭാഗത്തെ മലക്കാണ് എഴുതിയതെങ്കിലോ അള്ളാഹു കാക്കട്ടെ. പേടിക്കണം, നല്ലോണം പേടിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ 7 തവാഫ് കഴിഞ്ഞില്ലേ? തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഏതാണ് ആ നിസ്കാരം? തവാഫിന് ശേഷമുള്ള 2 റക്അത്ത്. ഇബ്രാഹിം മക്കാമ് നേരെ മുന്നിൽ, ഇങ്ങനെ കഅബ ശരീഫ് അതിന്റെ മുന്നിൽ, കഅബത്തിന്റെ വാതിൽ, ഹജറുൽ അസ്വദ്, അല്ലാഹ് കഅബത്തിന്റെ കില്ല, ഹിജർ ഇസ്മായിൽ, അതിശ്രേഷ്ഠമായ പുണ്യസ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത്തെ റക്അത്ത് റുകൂഅക്കാൻ പോകുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാ. രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ കടക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് മുഖം കഴുകേണ്ടി വരും. കണ്ണുനീര് കൊണ്ട് മുഖം കഴുകേണ്ടി വരും. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കഅബത്തുമലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അല്ലാഹ്, കണ്ണെത്താത്ത ദൂരത്ത് നാടും വീടും വിട്ടുകൊണ്ട് ഞാൻ നിന്റെ പൊരുത്തം തേടി വന്നതാണ്, എൻ്റെ ഹജ്ജ് കബൂലാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. എൻ്റെ ദുആയിൽ നിങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ചേർക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിസ്കരിച്ചില്ലേ? ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തേ? വെള്ളം കുടിക്കണം. അല്ലാഹ്, നമ്മളെ വലഭാഗത്ത് ഇങ്ങനെ നോക്കി, നിങ്ങൾ നിറയെ വെള്ളത്തിന്റെ പാത്രം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇടഭാഗത്ത് നോക്കി. നിങ്ങളിപ്പോ ഇവിടെ തന്നെയാ നോക്കാൻ പറഞ്ഞു നോക്കുമ്പോ ഒക്കെ നോക്കാം. എന്താണ് നമ്മൾ തമ്മിൽ പ്രശ്നമായിട്ട് പിരിയാൻ പറ്റുമോ? വലഭാഗത്ത് അവിടെ എല്ലാം ആ ബീപ്പിയിലൊക്കെ നിറച്ചെന്താണ്? വെള്ളം. ഇൻഷാ അല്ലാഹ് വേഗം പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ക്ലാസ്സിൽ ഏതെടുത്തു? സംസം എടുത്തു. ഇൻഷാ അല്ലാഹ് മാഉ സംസം ലിമാ ശുരിബല. എന്ത് നിയ്യത്തിൽ സംസം കുടിച്ചു, കുടി തുടങ്ങി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കുടിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണും പെണ്ണും നന്നായി വെള്ളം കുടിച്ചില്ലേ? കുടിച്ചില്ലേ? നല്ലൊരു ക്ഷീണമൊക്കെ മാറിയില്ലേ? എന്നാ പിന്നെ വാപ്പ അടുത്ത ഫർള് ഏതാ?
അടുത്ത ഫർള് ഏതാ? സഅയ്. നമ്മൾ മറക്കാൻ പാടില്ല. 1 ഇഹ്റാം, 2 അറഫ, 3 തവാഫ്, കഅബ തവാഫ്, 4 സഫാ മർവയിൽ സഅയ്. നേരെ നടന്നോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ബഹുമാനപ്പെട്ട ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മാനി മോനി അവിടെ ഏൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി പോയി. സുബ്ഹാനല്ലാഹ്, കുറച്ച് ദിവസം കഴിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം തീർന്നു, വെള്ളം തീർന്നു, ഒരു സാധനം അവിടെ കിട്ടാനില്ല. അല്ലാഹു റബ്ബി, കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഉമ്മ നോക്കുമ്പോൾ ഉമ്മയുടെ തൊണ്ട പറ്റിയിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളമില്ല. അമ്മിഞ്ഞ പാല് കൊടുക്കാൻ നോക്കുമ്പോൾ മുരയിൽ പാലില്ല. കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിയുടെ ചുണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മാക്ക് ബേജാറ് വന്നു. പടച്ചവനെ, ആദ്യം മരിക്കുന്നത് ഞാനാകുമോ എൻ്റെ കുട്ടിയാകുമോ? ഞാനാണോ ആദ്യം മരിക്കുക, എൻ്റെ കുട്ടിയാണോ ആദ്യം മരിക്കുക? ആ ബേജാറ് വന്നപ്പോൾ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ ഹാജർ ബീബി റളിയല്ലാഹു അൻഹ മോനെ അവിടെ കടത്തിയിട്ട് ഓടി ആ കാണുന്ന മലയുടെ മുകളിലേക്ക്. ആ മലയുടെ മുകളിൽ എന്തിനാ ഓടിയത്? പക്ഷികളെങ്ങാനും പറക്കുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകും, അത് നോക്കാൻ വേണ്ടി പോയത്. ആ മലയാകെ നോക്കി, ഒരു പക്ഷിയെയും കാണുന്നില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് വേറൊരു മല. അവിടെ നിന്ന് ഇറങ്ങി ഹാജർ ബീബി രണ്ടാമത്തെ മലയിലേക്ക്. അവിടെ നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പൊ ഒന്നും കൂടി ഒരു സംശയം, ഞാൻ ഒന്നും കൂടി അപ്പുറത്ത് തന്നെ പോയി നോക്കട്ടെ. ഇങ്ങോട്ടും വന്നു, അങ്ങോട്ടും വന്നു. അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോ കുട്ടിയെ എങ്ങനെ കാണും? കഅബത്തിനടുത്ത് കാലിട്ട് കടിക്കാണ്. കാലിട്ടടിച്ച് കരയുന്നുണ്ട് കുട്ടി. അല്ലാഹു റബ്ബി, 2 മലയുടെ ഇടയ്ക്ക് പതിഞ്ഞ സ്ഥലമുണ്ട്, താഴ്ന്ന സ്ഥലം. അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയെ കാണുന്നില്ല. ഉമ്മാക്ക് ബേജാറ് വന്നു. അപ്പൊ ഉമ്മ കുട്ടിയെ കാണാൻ ഉയരമുള്ള സ്ഥലത്തേക്ക് വേഗത്തിൽ നടന്നു. ഈ സ്ഥലമാണ് സഫാ മർവ. ഈ സ്ഥലമാണ് സഫാ മർവ. അപ്പൊ നമ്മൾ സഫയിൽ കയറിയിട്ട് പടച്ചവനെ, ഞാൻ ഹജ്ജിന്റെ സഅയ് ചെയ്യുന്നു, ഞാൻ ഹജ്ജിന്റെ സഅയ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഇങ്ങനെയാണ് നടന്ന് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വേഗത്തിൽ റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. അവിടെ മാത്രം ചൊല്ലേണ്ട ഒരു ദുആയാണ്. മുത്തുനബി ദുആർന്നു, സിദ്ദീഖ് തങ്ങൾ ദുആർന്നു, ഉമർ ഖത്താബ് തങ്ങൾ ദുആർന്നു, ഫാത്തിമ ബീബി ദുആർന്നു, എല്ലാ ഔലിയാക്കളും ദുആർന്ന ദുആ നമ്മുടെ കിതാബിൽ ഇൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പ്രത്യേകം. റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. ഓരോ വാക്കും 22 കാരറ്റാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഫയിൽ നിന്ന് മറുവയിലേക്ക് 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട്. അപ്പൊ തുടങ്ങിയോടത്ത് അവസാനിക്കും. നമ്മൾ ഇനി അവസാനം വെച്ച് പ്രശ്നമാക്കല്ല. എങ്ങനെയാവും? മറുവയിൽ അവസാനിക്കും. തുടങ്ങിയോടത്ത് അവസാനിക്കാൻ പറ്റുമോ? അപ്പൊ അതല്ല, അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ചില അറിവില്ലാത്ത ആളുകൾ തവാഫ് നമ്മൾ തുടങ്ങിയോടത്താണ് അവസാനിച്ചത്. അതേപോലെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1, അങ്ങോട്ടും ഇങ്ങോട്ടും 2. അത് വേണോ? ഒരിക്കലും വേണ്ട. അങ്ങോട്ട് 1, തിരിച്ചിങ്ങോട്ട് 2, അങ്ങോട്ട്. ഇങ്ങനെ 7 പ്രാവശ്യം നടന്നാണ്ടല്ല ഒരു ഷുഗറും ഉണ്ടാവില്ല. അല്ലാഹു ആഫിയത്ത് തരട്ടെ. നിങ്ങൾ എന്തിനു ബേജാറായിരുന്നു? മറ്റേയാൾക്ക് ഷുഗർ, മറ്റേയാൾക്ക് പ്രഷർ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ഗുളിക നിങ്ങൾ വാങ്ങിയാൽ മതി. എന്തിന്? പെട്ടെന്ന് ദേഷ്യം വരുന്നതിനുള്ളൊരു ഗുളിക ഉണ്ട്, അതൊന്ന് വാങ്ങി വെച്ചോളൂ എല്ലാവരും. ചില ആളുകൾക്ക് ദേഷ്യ. ആരോടാ വേഗം ദേഷ്യം വരിക? ഭാര്യനോട് അല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം? ഇവിടുന്ന് നമ്മൾ ഭാര്യനോട് ദേഷ്യം പിടിച്ചു, ഓക്കത് ശീലായതാ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ മക്കൾക്കും നമ്മളറിയാം ഉപ്പ അങ്ങനെയെല്ലാം പറയുന്നുള്ള അവസ്ഥയിൽ ആര് നിൽക്കുന്നത്? അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടാൽ അതൊരു പ്രശ്നമാണോ നാട്ടിൽ നിന്ന്? അതേ സമയത്ത് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയല്ല. നമ്മളെ റൂമിൽ പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് വേറെ 10 പെണ്ണുങ്ങളുണ്ട്. ഓലെ 10 പെണ്ണുങ്ങളെ അടിയുന്ന നിങ്ങൾ എന്തായത്? ഭാര്യനോട് ദേഷ്യം പിടിച്ചത്. അപ്പോൾ ഓൽക്കത് സഹിക്കാൻ കഴിയോ? അപ്പൊ ആ പെണ്ണുങ്ങളുടെ ഓള് പറ്റ അയിബായില്ലേ? അപ്പൊ ചിലപ്പോ ഓള് തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞെന്ന് വരും, ചിലപ്പോ ഇങ്ങോട്ടും പറഞ്ഞെന്ന് വരും. അപ്പൊ ഇങ്ങക്കത് അത്രയും സഹിക്കാൻ കഴിയൂല. കാരണം എന്തായി? അപ്പൊ നമ്മൾ ഹജ്ജ് സംഘത്തിലുള്ള ആൾക്കാർ 2 ഭാര്യയും ഭർത്താവും ഉണ്ട്. എന്താ പോലെ കാര്യം എന്നറിയില്ല, കച്ചറയാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. വെറും ആമിയും കൊണ്ട് മതിയാവില്ല.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് സ്വഭാവം നന്നാക്കുക നല്ലപോലെ. എന്തുകൊണ്ട് നമ്മൾ നിസ്സാര കാര്യത്തിന് നമുക്ക് ദേഷ്യം വരും. ഈ ദേഷ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നോക്കിക്കുക നിങ്ങൾ, ആരോടാ അധികം സ്നേഹം അവരോടാ ദേഷ്യം വരിക. നോക്കൊണ്ടു, നമ്മളെ ഭാര്യയോടാണ് നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹം, അപ്പോഴോട് ആദ്യം ദേഷ്യം പിടിക്കും. അല്ലേ? ദേഷ്യമുള്ളവരോട് ആദ്യം സ്നേഹമുള്ളവരോടെ വേഗം ദേഷ്യം വരിക. അപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതി ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഏറ് കഴിഞ്ഞില്ലേ, സഅയ് കഴിഞ്ഞില്ലേ, സഅയും കഴിഞ്ഞു. അല്ലാഹു റബ്ബി. നിങ്ങളൊന്ന് നോക്കാട്ടെ, ഹജ്ജിന്റെ വല്ല ഫർളും ബാക്കിയുണ്ടോ ഒന്ന് എണ്ണട്ടെ. 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. റെഡിയാണോ? അല്ലേ? അറഫ, തവാഫ്, സഅയ്, മുടിയെടുക്കൽ ഒക്കെ റെഡിയല്ലേ? ഒക്കെ കൃത്യമായിട്ട് ചെയ്തില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് ഹജ്ജിന്റെ വാജിബാത്ത് 1 മുസ്ദലിഫയിൽ നിൽക്കുക. മുസ്ദലിഫയിൽ രാപ്പാർക്കുക. ചെയ്തോ? ചെയ്തില്ലേ? ദുൽഹിജ്ജ 10 ഒരു സ്ഥിതി എല്ലാവരും ശ്രദ്ധിച്ചോളി. സുഖമായിട്ട് ഇവിടുന്നാണ് പോകുമ്പോ തന്നെ, മക്കത്തുനിന്ന് തിരിച്ചു വന്നാൽ പോകുമ്പോ തന്നെ എന്താക്ക, കല്ലെറിഞ്ഞു പോവുക. അപ്പൊ ആദ്യത്തെ ദിവസം എറിഞ്ഞ ഒരു സ്ഥലം, അവിടെ 3 സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കാണുന്ന ഒന്നാമത്തതിൽ 7, ഒന്നാമത്തതിൽ 7, രണ്ടാമത്തതിൽ 7, മൂന്നാമത്തതിൽ 7. ഇപ്പൊ എത്രനായി? 21. ഓരോ കല്ലും എന്ത് വേണം? ഓരോന്നും കയ്യിലെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പുരുഷന്മാർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ സ്ത്രീകൾ. 7 എണ്ണം എറിഞ്ഞു ആദ്യത്തെ സ്ഥലത്ത്. എന്നിട്ട് കുറച്ചിങ്ങോട്ട് മാറി നിന്നു. കഅബ ദുആ ഇല്ല. അന്നത്തെ ഏറും കഴിഞ്ഞ് മിനയിൽ സുഖമായിട്ട് താമസിക്കാം. പിറ്റേന്നും ഇതേപോലെ 3 ദിവസം ഏറിയ. ഇനി നിങ്ങളായിക്കോളൂ ഏറ് പഠിച്ചില്ലേ? നിങ്ങളിപ്പോൾ ഹജ്ജിലല്ലേ, ഒക്കെ നിസ്കരിക്കായിട്ടാ. നിസ്കാരം നമ്മൾ പഠിച്ചിരിക്കണപ്പോൾ നിസ്കാരം പറഞ്ഞുതരാം. ഹജ്ജിൽ വല്ലതും അറിയേണ്ടതുണ്ടോ? നമ്മൾ പറഞ്ഞിങ്ങനെ പോയപ്പോൾ നമുക്ക് മനസ്സിലാകാത്തതോ തിരിയാത്തതോ ഇല്ലല്ലോ. 2 രീതിയിലാണ് നിസ്കാരം. 1, ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്ന ആളുകളാണ് മദീനത്ത് നിന്ന് വരുന്ന ഹാജിമാർ. അവര് മുസാഫിരിങ്ങളാണ്. അവരാരാണ്? മുസാഫിരിങ്ങൾ. അവർക്ക് ഈ സ്ഥലത്തൊക്കെ കസറും ജമ്മുവാക്കി നിസ്കരിക്കും. നിങ്ങൾ ഇവിടുന്ന് മക്കത്തെത്തിയിട്ട് എത്ര ദിവസമായി? നമ്മള് മദീനത്തിന് ഒരാൾ വന്നാൽ ഓനാരാണ്? മുസാഫിരിങ്ങൾ. മുസാഫിറായ ആളുകൾ ജമ്മും കസറുമാക്കി നിസ്കരിക്കും. അല്ലാത്തവരെങ്ങനെ നിസ്കരിക്കും? വഖത്തിന് നിസ്കരിക്കും. അറഫയിൽ നിന്ന് കിതാബിൽ കാണും മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. അത് അന്നത്തെ രീതിയാണ്. എന്തുകൊണ്ട്? അന്ന് ആകെ 25,000 ആളുണ്ടാകുക. മനസ്സിലാവും? ഇപ്പൊ എത്ര ആളുണ്ട്? 20 ലക്ഷം ആള് അറഫ വിടുമ്പോ തന്നെ മഗ്‌രിബ് കളാവും. അപ്പൊ നമ്മൾ നിൽക്കുന്ന നിസ്കാരം കളാക്കണം. അതേ സമയത്ത് മുസാഫിരിങ്ങൾക്ക് ജമ്മാക്കാം. ഇനി അവർക്കും നല്ലത് എവിടെ നിസ്കരിക്കൽ തന്നെ? അറഫയിൽ നിസ്കരിക്കല. കാരണം ഇവിടുത്തെ അത്ര ഓതവും സൗകര്യം എവിടെ കിട്ടൂല? മുസ്ദലിഫയിൽ കിട്ടൂല. അപ്പോ ഒരു ബുക്കിൽ അങ്ങനെയാണ് കണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് നിസ്കാരമല്ല, സുബഹി എവിടെ നിസ്കരിക്കും? മുസ്ദലിഫയിൽ നിസ്കരിക്കും. ഒരു കാലം മനസ്സിലാക്കും. നമ്മൾ കല്ല് പൊറുക്കുന്നിടത്ത് കാണാം 7 കല്ല് മുസ്ദലിഫയിൽ നിന്ന് എടുത്തിട്ട് ബാക്കി മിനയിൽ നിന്ന് എടുക്കാം. മിനയിൽ കല്ല് കിട്ടണ്ട ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ അത് തെരഞ്ഞു നടക്കണ്ടേ? അപ്പൊ നമ്മൾ സാധ്യമാകുന്നത് പഠിച്ചുകൊണ്ട് പോകാം. സാധനം ഉപയോഗിക്കരുത്. പേസ്റ്റ് എന്തല്ല സുഗന്ധമായിട്ട് ഉപയോഗിക്കണതാണോ? പേസ്റ്റ് സുഗന്ധമാണോ? ഒരു പേസ്റ്റിന് ചിലപ്പോ എന്തുണ്ടാകും? ചെറിയൊരു വാസന ഉണ്ടാകും. അതിനൊരു കുഴപ്പമില്ല. ഒരു സോപ്പ് ഒരു സുഗന്ധ സാധനമാണോ? അല്ല. അപ്പൊ നമ്മൾ ഒരു സോപ്പിന് ചിലപ്പോൾ എന്തുണ്ടാകും? എന്തൊരു വാസന ഉണ്ടാകും. അതിന് കുഴപ്പമുണ്ടോ? എന്തുകൊണ്ട്? ഈ സാധനം ഏതല്ല? സുഗന്ധത്തിന്റെ സാധനമല്ല. സുഗന്ധം അത് എത്ര ചെറുതാണെങ്കിലും പറ്റൂല. ഇതൊക്കെ ഏതാണ്? സുഗന്ധം അല്ല. ഇത് വേറൊരു ഉപയോഗത്തിനുള്ളതാ. ചിലപ്പോ അതിനെന്തുണ്ടാകും? ചെറിയൊരു വാസന ഉണ്ടാകും. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി പറയും. ഞാൻ പറയുന്നു പറഞ്ഞത് എന്തിനാറിയോ? നമുക്ക് അത്യാവശ്യമുള്ളത് മനസ്സിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. ഏത് ചെറിയതാണെങ്കിലും ചോദിക്കാതിരിക്കാനും പാടില്ല. നമുക്ക് അറിഞ്ഞു ചെയ്യണമല്ലോ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നിങ്ങൾ എണീറ്റ് നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേട്ടെന്ന് വരും. ഇഹ്റാമിൽക്കാണ് പ്രവേശിച്ചാൽ പിന്നെ തുടലുണ്ടോ? ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ഭാര്യയാണോ ഉമ്മയാണോ എന്ന് നോക്കിയിട്ടുള്ള ചിന്തയല്ല.
നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ മലയാളി, കുറച്ച് ആൾക്കാർ നമ്മളാൾ ഇപ്പത്തോടും ഞാൻ ഈ ഹജ്ജിനൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അറിയാം, ഞാൻ തവാഫിനാണ് നിന്നിട്ട് ഞാൻ ആരെയും തൊട്ടിട്ടില്ല. എന്നെ ആരാ തൊട്ടത് എന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. എൻ്റെ ഒന്നും അറിയോ നിങ്ങളിപ്പോഴും ഇതാരാ മറ്റേതാരാ നോക്കിക്കൊണ്ട് തീർക്കുക. നമുക്ക് വേറെ പണിയുണ്ട് വേണേ. ഞാൻ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കാം, തൊട്ട് മുറിഞ്ഞ് എവിടെയോ പെണ്ണുങ്ങൾ എവിടെയാ തൊടാൻ ചാൻസ് ഉള്ളത്? ആകെ ഇത്ര സ്ഥലമുള്ളത് അല്ലേ? ഇതല്ലേ ഇപ്പൊ തൊടാൻ ചാൻസ് ഉള്ള സ്ഥലം, അത്രയേ ഉള്ളൂ. അല്ല ഇവിടെ തൊടാൻ ഏതായാലും നിൽക്കുമല്ലോ, ഇല്ല, ഉറപ്പന്നെ. അപ്പൊ പിന്നെ തൊട്ടില്ല അയിമൽ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അള്ളാഹു തആല ഖൈറ് തരട്ടെ. നമ്മൾ തവാഫിനാണെങ്കിൽ ഞാൻ തവാഫിന് പോയിട്ട് എന്നെ ഇതുവരെ ഒരാൾ തൊട്ടിട്ടില്ല, ഞാൻ അങ്ങോട്ടും തൊട്ടിട്ടില്ല. ഇതാണ് വുദൂവിനെടുക്കൽ. ഇനി ഇതൊക്കെ ആയിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ തൊട്ടിക്കണ്, എന്നാ പോയി വുദൂ എടുത്തോളി. ഇങ്ങക്ക് എന്തായാലും തോന്നാണ് എന്തായിക്കണേ. നമ്മളിതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, ബോധ്യമാണ് നിങ്ങൾക്ക് തൊട്ട് പോയി തൊടുത്തോളി. പിന്നെ അവിടെ ഒരു മസാല ഉണ്ട്. എന്ത്? നമ്മളൊരാൾ ഇങ്ങോട്ട് വന്ന് തൊട്ടു, ഇങ്ങോട്ട് വന്നിട്ട് ഒരാൾ തൊട്ടു. എന്നാ ആരുദീപ് മുഹമ്മദ് മുസ്തഫ. അടുത്തത് അതായത് നജിസ് ചുമന്നുകൊണ്ട് തവാഫിന് പറ്റൂല. നമ്മളൊരു കുട്ടി, ചെറിയ കുട്ടിയുണ്ട്, ഒക്കെ കൈ പിടിക്കാം, അതിന് കുഴപ്പമില്ല, ഇല്ലാതിരിക്കലാ നല്ലത്. എന്തുകൊണ്ട്? കൈ ഉയർത്തിയിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അപ്പൊ നമ്മൾ ചെരുപ്പ് ഉയർത്തിയിട്ടായാൽ അതൊരു ഭംഗിയുണ്ടോ? ഓ അതെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹജ്ജ് കഴിഞ്ഞാല് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റിക്കൂടെ? അതല്ല, ഒരാളിപ്പം ഒരു കുഴപ്പമുണ്ടോ? നിങ്ങളെ സംശയം തീർന്നില്ലേ? അതായത് മുപ്പര് ചോദിച്ചത് ഇട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഇഹ്റാം ഏത് പറ്റൂല? നമ്മൾ ഫുള്ള് ഇഹ്റാമിലാണ്. അപ്പൊ അതുകൊണ്ട് വേറെ വസ്ത്രം മാറ്റി ഒക്കെ ആയി. അതിന് അല്ലാഹു തആല ഖൈർ തരട്ടെ. എന്നാ പിന്നെ നമ്മൾ 3 ദിവസത്തെ ഏറ് കഴിഞ്ഞില്ലേ? മിനയിൽ ഇരുന്നിട്ട് നമ്മൾ മിനയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മിനയിൽ ഇരുന്ന് ഒരു ഖത്തം തീർക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മിനയിൽ ഇരുന്ന് 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതുക. അള്ളാഹു ആവതാക്കട്ടെ. മിനയിൽ ഇരുന്നിട്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അള്ളാഹു ആവതാക്കട്ടെ. ജീവിതത്തിൽ ആ സമയത്ത് മാത്രമേ അവിടുന്ന് ചൊല്ലിയിട്ട് പ്രത്യേക പ്രതിഫലമുള്ളൂ. ഇപ്പൊ നിങ്ങളൊരാൾ മിനയിൽ പോയി, മിനയിൽ പോയി, ഇന്നോ നാളെ ഒരാൾ മിനയിലെത്തി. അയാൾ അവിടെ ഇരുന്നിട്ട് 70,000 ചൊല്ലിയാൽ നമ്മളെ നാട്ടിൽ നിന്ന് ചെല്ലിയ പോലെ തന്നെ, അന്ന് അതല്ല, അന്ന് 1,00,000. അതാ വ്യത്യാസം. മനസ്സിലായെങ്കിൽ അത് നമ്മളെ പള്ളിയിലെ മെമ്പർ ഉണ്ടല്ലോ, ഇന്നൊരാൾ വരുമ്പോൾ ഒരാൾ പള്ളിയിലെ മെമ്പർമാർ കയറിയിട്ട് അയാൾ ഖുത്ബ ഓതി. എന്നാലോ ആരെങ്കിലും ശ്രദ്ധിക്കോ? വെള്ളിയാഴ്ച ഓതാൻ നിന്നാലോ? അപ്പൊ ഓരോ സമയം സന്ദർഭം അതാണ്. അപ്പൊ ദുൽഹജ്ജ് മാസം 8, 9, 10, 11, 12, 13 അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഏകദേശം പൂർത്തിയായാൽ നമുക്ക് അടുത്ത പണിക്ക് കടക്കാം. ഹൈളുകാരിയായ പെണ്ണ് നിസ്കാരം തവാഫ് പറ്റൂല, ബാക്കിയെല്ലാം പറ്റും. ഹൈളുകാരിയായ പെണ്ണിന് ഇഹ്റാം ചെയ്യാം കുളിച്ചിട്ട്. അവർക്ക് എന്ത് ചെയ്യാം? അറഫയിൽ വരാം, മിനയിൽ വരാം, മുസ്ദലിഫയിൽ വരാം, കല്ലേറ് നടത്താം, കല്ല് പൊറുക്കാം, ഒക്കെ പറ്റും. ശുദ്ധിയായിട്ടേ തവാഫിന് പോകാൻ പറ്റുള്ളൂ. ശുദ്ധ അവിടെയാണ് അങ്ങനെയുള്ളവർ പോകുക ഇഹ്റാമിന്. അറിവ് കഴുത്തിൽ അല്ലാതെ കാൽമൽ അർത്തിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ 5 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ എന്ന് അടക്കാൻ പറഞ്ഞ് അടച്ച് ഹജ്ജിൻ്റെ ഇഹ്റാം വെച്ച് ചെയ്താൽ
അത് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് പറഞ്ഞ് ഓലെ ഏത് കൊടുത്തു? പൈസ കൊടുത്തു. നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ആ കൊടുത്ത പൈസ ഇനിയിപ്പം ഇങ്ങനെ നമ്മൾ ആലോചിക്കാം, ഒരു അറക്കൂലേ അതിന് ഇനി സ്ഥാനത്താ. അത് എന്ത് ചെയ്യും? നമ്മളൊരു ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ വിശ്വസിക്കുക. തീരെ വിവരമില്ലാത്തവരല്ല അത് കൈകാര്യം ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സഹോദരിമാര്, നിങ്ങൾ അറിവിന് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറിവായി. ഇനി വേറൊരു അറിവിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അല്ലാഹു തആല ഖൈർ തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെന്തേ സമ്മതപ്രകാരം പോയതാ, മിണ്ടാണ്ട് പോരാൻ പറ്റും. നമ്മളൊരു മംഗലത്തിനൊരു പരി പോയാൽ എന്താ ചെയ്യാ? ഭക്ഷണം കഴിച്ച് മിണ്ടാണ്ട് പോരില്ല. ഒന്ന് പറഞ്ഞിട്ടിടോ ഞാൻ പോട്ടെ, വേറൊരു തിരക്കുണ്ട്, പിന്നെ കാണാം അല്ലേ? ഈ പറച്ചിൽ എവിടെ പറയണം? നബി മുഹമ്മദ് മുസ്തഫ കഅബ ഷരീഫിന്റെ അടുത്ത് നിന്ന് നാട്ടിലേക്കോ മദീനയിലേക്കോ യാത്ര ചെയ്യുന്നവർ വീണ്ടും കഅബത്തിന്റെ അടുത്ത് എത്തണം. നാട്ടിലേക്കോ മദീനത്തേക്കോ പോകാനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങി കെട്ടി റെഡിയാക്കി പോകാനുള്ള ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട് എവിടെ വന്നു? കഅബ ഷരീഫിന്റെ അടുത്ത് വന്നു. ഒരു തവാഫ്. ആ തവാഫിന്റെ പേരെന്താ? ഇതെല്ലാവരും പഠിച്ചിരിക്കണം. നാട്ടിലേക്ക് പോരാനുള്ള പൂതി കൊണ്ടാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ആ വിദാഇന്റെ തവാഫ്. അപ്പോ ഇൻഷാ അല്ലാഹ് മദീനയിലെത്തി. നമ്മൾ മക്കത്ത് നിന്ന് കഅബ ഷരീഫിന്റെ അടുത്ത് വന്നു. കഅബത്തോട് യാത്ര ചോദിക്കുന്ന തവാഫ് ഞാൻ ചെയ്യുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ 7 പ്രാവശ്യം തവാഫ് ചെയ്തിട്ട് 7ാമത്തെ ചുറ്റി കഴിയുമ്പോൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണം. അല്ലാഹുമ്മ ലാ തജഅൽ ഹാദാ ആഖിറൽ അഹ്ദി ഫീ ഹറമിക. പടച്ചവനെ, ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ. വറുസുഖനിൽ ഔദ സുമ്മൽ ഔദ്. വീണ്ടും വരണേ. അങ്ങനെ കരഞ്ഞ് ദുആ ചെയ്ത് തവാഫ് പൂർത്തിയാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇബ്രാഹിം മക്കാമിന്റെ അവിടെ നിന്നിട്ട് ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ, എനിക്ക് മക്കളെ കൂട്ടി വരണം, ഭർത്താവിനെ കൂട്ടി വരണം, ഭാര്യയെ കൂട്ടി വരണം. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അവിടുന്ന് പോരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, കഅബത്തിനെ കാണുന്നുണ്ടോ? കുറച്ചിന് നടന്നിട്ട് കഅബയെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി, കഅബമേ, അള്ളാഹുവിന്റെ വീട്, എന്റെ കാഴ്ച അവസാനത്തതാക്കല്ലേ. കുറച്ചും കൂടി നടന്ന് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കഅബ ഷരീഫ് കാണുന്നുണ്ടോ? ഇല്ലേ, കാണുന്നുണ്ട്. ഒന്നുകൂടി ദ്വാരക്ക, അള്ളാഹുവിന്റെ കഅബ ഷരീഫ്, നാളെ ആഖിറത്തിൽ എനിക്ക് ശുപാർശ ചെയ്യണേ, ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ, എനിക്ക് ഉംറക്ക് വരാൻ ഭാഗ്യം കിട്ടണേ. നടക്ക, കുറച്ചും കൂടി നടന്നിട്ട് ഒന്നും കൂടി തിരിഞ്ഞു നോക്കി. ഇപ്പൊ കഅബ ഷരീഫ് കാണുന്നില്ല. ഇനി വേഗത്തിൽ പോകാം, ഇൻഷാ അല്ലാഹ്. വേഗമൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? വേഗം ബസ് കയറുക ഇൻഷാ